കൊച്ചിക്ക് വരുമ്പോൾ തിരിച്ച് പോകരുതേ, ഒരാളെ പോലും കാണല്ലേ. കാര്യം ചെന്നാൽ എന്താ പ്രശ്നം? എല്ലാവരും പറയാം അന്നേ അഖിലെ പറഞ്ഞല്ലേ, നീ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നിട്ട് നിനക്ക് സർക്കാർ ജോലി കിട്ടി, നീ ജോലിയും കളഞ്ഞിട്ട് കാരണം ഞാനൊരു US കമ്പനി ഇപ്പോൾ മെഡിക്കൽ റെപ്പായിട്ട് വർക്ക് ചെയ്തിട്ട് എൻ്റെ ഒരു US കമ്പനി കയറുമ്പോൾ എനിക്ക് 54,000 രൂപ സാലറി ഉണ്ട്. എന്താ തുടക്കത്തിലേ തന്നെ ചേട്ടൻ ഒരു ആക്കിയൊരു ചിരി? ഒന്നുമില്ല, എന്താ പറയട്ടാ, എന്തായാലും എനിക്കിട്ട് പണിയാറല്ലേടാ സ്നേഹത്തോടെ വിളിച്ചു വരുത്തി. ചേട്ടനെ പറ്റി പരക്കൊരു സംസാരമുണ്ട്. ചേട്ടൻ ഭയങ്കര സീരിയസ് ആണ്, ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്ന, അധികം ചളിയൊന്നും ഇറക്കാത്ത ആൾക്കാരൊക്കെ കൊള്ള ചാളിയേ ഉള്ളടാ. ഞാൻ എപ്പോഴും എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൻ്റെ നിങ്ങൾ എൻ്റെ ടൈം ലൈൻ ബാക്കിൽ പ്രൊഫൈലിട്ടേക്ക് ഞാൻ നോക്കിയത്, നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ പരിഹസിക്കുന്ന ഒരു കാര്യം ചെയ്ത് കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണത്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ചേട്ടൻ ആദ്യരാത്രിയിൽ പറഞ്ഞ പോലെ പിള്ളേരെ ഇറക്കാൻ വേണ്ടി പോയിട്ടുണ്ട് സ്റ്റേഷനിലാണ്. അവസാനം SI വന്നിട്ട് SIന്റെ കല്യാണത്തിന് വന്ന ആളാ. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാൽ മണവാള നീ വീട്ടിൽ കയറി പോകാൻ പറഞ്ഞു. അപ്പൊ എന്ത് സ്റ്റേഷൻ നടന്ന വിഷയം ഭയങ്കര വലിയ വിഷയം. തള്ളാണെന്ന് പറയുന്നവരും കമന്റ് ഇട്ടവരും ഉണ്ട്. എന്റെ കൂടെ വന്ന പിള്ളേർക്ക് തള്ളാന്ന് പറയാൻ പറ്റും. നമ്മുടെ കൂടെ ഒരു 7 പിള്ളേരുണ്ടല്ലോ. സ്വന്തം ഭാര്യയെ കട്ട് കളിച്ച അവസ്ഥയായിരിക്കും. എന്റെ പടത്തിന്റെ എന്റെ എഡിറ്റിംഗ് ടേബിളിൽ എന്നെ കയറ്റതെന്ന് പറഞ്ഞിട്ട് പോയത് ഞാൻ ആരും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് എഡിറ്ററിന്റെ അടുത്ത് ഞാൻ പോയി പടത്തിന്റെ എഡിറ്റ് ചെയ്യാൻ കയറിയിരിക്കുന്നത്. Hello, hi, namaskaram. You are watching Milestone Makers and this is MyLitTrips.com presents Stories Untold with Harjay Gaddafi. We have the director, Akhil Marar. Welcome to the show, ചേട്ടാ. എന്താ തുടക്കത്തിലേ തന്നെ ചേട്ടൻ ഒരു ആക്കിയൊരു ചിരി? ഒന്നുമില്ല, എന്താ പറയട്ടാ, എന്തായാലും എനിക്കിട്ട് പണിയാറല്ലേടാ സ്നേഹത്തോടെ വിളിച്ചു വരുത്തി. ഒരിക്കലും ഇല്ല, എനിക്ക് ചേട്ടനോട് സ്നേഹം മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു മാസം മുന്നേ കണ്ട ഒരു അഖിൽ മാരാറുണ്ട്, പക്ഷെ അതിൽ നിന്നൊക്കെ കുറെ മാറി. ചേട്ടനൊരു മേക്ക് ഓവർ ഒക്കെ നടത്തിയിട്ട് ഇരിക്കുകയാണെന്ന് തോന്നാണോ? ലുക്ക് മെലിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഇല്ലേ? അല്ല, ആക്ച്വലി എനിക്ക് ഇത്രയും മണ്ണൊക്കെ ഉള്ളൂ. ആ സ്ക്രീനിൽ കാണുന്ന സമയത്ത് കുറച്ചുകൂടെ അതിപ്പോ എനിക്ക് ഇപ്പോഴും ഫേസ് വെളിയിൽ കണ്ടു കഴിഞ്ഞാൽ ഫേസിന് വണ്ണം. സ്ക്രീനിൽ കാണുന്ന അത്രയും ബേസിക്കലി എന്റെ ഇതൊക്കെ തന്നെയാണ്. ഞാൻ മാക്സിമം റേറ്റ് 80 കിലോയൊക്കെ പോയിട്ടുള്ളൂ. ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി തോന്നുന്നു. ഇവിടെ 2 കട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അതിപ്പോ ഇന്ന് വൈകിട്ട് മുടി വിട്ടിട്ട് വന്നപ്പോഴാണ് നിങ്ങൾ വിളിച്ചു. ഇന്റർവ്യൂ ഉള്ളതുകൊണ്ട് ഇച്ചിരി സുന്ദരനായതാണോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇല്ല. ടാറ്റു കുത്തിയല്ലോ? അത് നേരത്തെ ഉണ്ട്, കുറെ കാലം മുമ്പേ ഉണ്ട്. ഇപ്പൊ ഞാൻ ഷോർട്ട് ഷർട്ട് മറ്റേന്ന് വെച്ചാൽ ഫുൾ കൈ അല്ല നിങ്ങൾ കാണുന്ന കൂടുതൽ. അന്നേരം ഇത് കാണത്തില്ല എന്നുള്ളതേ ഉള്ളൂ. കാണുന്നത് എന്നെ ഇവന്റെ സോഷ്യൽ മീഡിയ കളിയാക്കുന്ന 80കളുടെ ഫുണ്ടാന്നൊക്കെ പറഞ്ഞിട്ടാ. ഞാൻ ഇങ്ങനെയൊക്കെ അടിച്ച് നമ്മൾ ബട്ടനെ പോലെ അടക്കുമ്പോൾ നമ്മൾക്ക് അറിയത്തില്ലല്ലോ. നമ്മൾ ചിലപ്പോൾ അതെന്താ പ്രശ്നം അറിയാമോ, നമ്മൾ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ അതാണ് ഞാനെന്നൊക്കെ തെറ്റിദ്ധരിക്കും. അതേസമയം നമ്മുടെ പേഴ്സണലി അടുത്ത് സഹകരിക്കുന്നവർക്ക് അറിയാം ഞാൻ ഭയങ്കര നമ്മള് ചേട്ടനെ പറ്റി പരക്കൊരു സംസാരമുണ്ട്. ചേട്ടൻ ഭയങ്കര സീരിയസ് ആണ്, ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്ന, അധികം ചളിയൊന്നും ഇറക്കാത്ത ആൾക്കാരൊക്കെ കൊള്ള ചാളിയേ ഉള്ളടാ. ഞാനൊരു കൊച്ചുദാഹരണം പറയാം. ഈ ജോച്ചേട്ടൻ ഞങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ഹ്യൂമർ പറയാൻ, ട്രോളൊന്നും ആക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പറയാം നമ്മൾ ഇവിടെ സംസാരിക്കാം. എനിക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് കൗണ്ടറുകളും ഹ്യൂമറുകളൊക്കെ വരും. അപ്പം അത് ബിനു അടിമാലിയുടെ റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ആ റേഞ്ച്, രമേഷ് പിഷാരിയുടെ റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ആ റേഞ്ച്, ഇനി അതല്ല സുമാർ അഴീക്കോടൊക്കെ പറയുന്നതൊക്കെ വളരെ സീരിയസ് ഹ്യൂമർ പറയുന്ന ഒരു റേഞ്ച് ഉണ്ടെങ്കിൽ അതായത് നമ്മളതെ ഞാൻ പറയാം ആ നിമിഷത്തെ ചർച്ചയ്ക്ക് അനുസരിച്ച് ഒരാൾക്ക് കേട്ടാൽ ബോർ എന്ന് തോന്നാത്ത രീതിയിലുള്ള കൗണ്ടറൊക്കെ ബേസിക്കലി സെൻസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇത് പറയുന്നത് കൊണ്ടാണ് ആൾക്കാർക്ക് നമ്മുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറെ സമയം സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. പക്ഷെ പ്രശ്നം കിടക്കുന്നത് നമ്മളെ ഈ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ചാനൽ വരുന്നു, അപ്പൊ ഒരു വിഷയം അല്ല, അപ്പൊ ഞാൻ ഈ പറയുന്ന വിഷയം ഏതെങ്കിലും ഒരു വിഭാഗത്തെ നോവിക്കും. കാരണം നമ്മൾ സംസാരിക്കുന്ന വിഷയം അതായി പോയി. ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു നമ്മളെ ഈ ഒരു മാസം മുമ്പത്തെ ചാനൽ ചർച്ചകളും പ്രശ്നങ്ങളും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എനിക്ക് എന്റെ സിനിമയെ കുറിച്ച് ഒരു യൂട്യൂബർമാരും മോശം പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് അവരോട് പേഴ്സണലി വിരോധമുണ്ടോ? എനിക്കൊരു വിരോധമില്ല. കാരണം താത്വിക അവലോകനം എന്ന സിനിമ പ്രത്യേകിച്ച് അടുത്തിടെ ഫൈറ്റ് ഉണ്ടായ അശ്വന്ത് വോക്കുന്ന ചെറുപ്പക്കാരൻ കണ്ടിട്ടേ ഇല്ല, അതുകൊണ്ട് തന്നെ റിവ്യൂ പറഞ്ഞിട്ടേ ഇല്ല. ഇനി പറഞ്ഞിട്ടുള്ളവരെ എടുത്ത് നോക്കും. മൺസൂൺ മീഡിയ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, ഉണ്ണി വ്ലോഗ് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ സിനിമ തിയേറ്ററിൽ ഓടിയില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം പക്ഷേ എനിക്ക് അവരോട് ഒരു വിരോധമില്ല, ഒരു യൂട്യൂബർമാരോട് എനിക്ക് വിരോധമില്ല. കാര്യം എന്നെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചിട്ടില്ല, എൻ്റെ സിനിമയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഏത് സാഹചര്യത്തിലാണ് നമ്മളിത് പറയുന്നത്? ഏകദേശം 1 വർഷങ്ങൾക്ക് ഇപ്പുറം സിനിമ നമ്മുടെ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ സിനിമയ്ക്ക് പിന്നിലുള്ള പല ആൾക്കാർക്കും മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടാകുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പൈസയും ചിലവാക്കി ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് അല്ലേ ഇത്. മോശമായെന്ന് ശരിയാണ്, മോശമൊക്കെയാണ്, ചിലതൊക്കെ മോശം തന്നെയാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവർ പറയുന്ന അഭിപ്രായത്തിൽ എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. സിനിമയെ സംബന്ധിച്ചിട്ടുള്ള നല്ലത് മോശം എന്ന അഭിപ്രായത്തിൽ എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. പലപ്പോഴും അശ്വന്തൊക്കെ പറയുന്ന പല റിവ്യൂസും ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
പക്ഷേ ഹേർട്ട് ചെയ്യാൻ പാടില്ല ഒരാളെ. നമ്മളൊരു സിനിമ കണ്ടിട്ട് അത് കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും ആർക്കും വലിയ വിരോധമൊന്നും വരുന്നില്ല. പക്ഷേ ഇത് ഉണ്ടാക്കുന്നവനെ പരിഹസിക്കുമ്പോഴും ഉണ്ടാക്കുന്നവൻ്റെ എഫേർട്ടിന് നമ്മളൊരു വിലയും കൊടുക്കാതെ വരുമ്പോഴും എനിക്കൊരു വിഷമം തോന്നും. കാരണം അപ്പം ഈ പണ്ടേ രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ചതുകൊണ്ടും മറ്റുള്ള പലരുടെയും വിഷമങ്ങൾ സ്വന്തം വിഷമമൊക്കെ ആയി കൊണ്ടു നടന്ന ഒരാളായതുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. പണ്ട് ഞാൻ ഈ തൊഴിലുറപ്പ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സംഘം നിന്നപ്പോൾ നമ്മുടെ ഈ ശബരിമല വിഷയം കത്തി നിൽക്കുന്ന സമയം വനിതാ മതിലിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ നാട്ടിലെ കുറച്ച് തൊഴിലുറപ്പ് സ്ത്രീകൾക്ക് ഈ അറ്റൻഡൻസ് കൊടുക്കുന്നില്ല. കാര്യം അന്ന് ഇടതുപക്ഷമാണല്ലോ ഈ വനിതാ മതിൽ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇവർ ആക്ച്വലി ഇടതുപക്ഷത്തിൽപ്പെട്ട സ്ത്രീകളാണ്, പക്ഷേ ഇവരെ വിശ്വാസികളുമാണ് ഇവർ. അപ്പം പാർട്ടി വിളിച്ചാൽ ഇവർക്ക് പോവുകയും വേണം, എന്നാൽ ഇവർക്ക് വിശ്വാസികളായതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ വനിതാ മതിലിൽ പങ്കെടുക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഇവർ പോകാത്തപ്പം ഇവരോട് ഇങ്ങനെ കുറച്ച് മോശമായിട്ട് കുറച്ച് പേർ പാർട്ടി പ്രവർത്തകരാ പാർട്ടിയിലുള്ളവരും ഈ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ മുകളിലോട്ടുള്ള ആൾക്കാർ ഇത് ചെയ്തപ്പോൾ ഇവരിൽ കുറച്ച് പേര് വന്ന് എന്നോട് ഇങ്ങനെ പേഴ്സണലി പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് പഞ്ചായത്തിൽ കയറി ഉണ്ടാക്കിയൊരു വലിയ വിഷയം ഇവർക്ക് വേണ്ടിയിട്ടാണ് കയറിയത്. അത് ഞാൻ അവസാനം എനിക്ക് എൻ്റെ കയ്യിൽ ഞാൻ ഒറ്റയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയത് എൻ്റെ കയ്യിൽ നിൽക്കത്തില്ല എന്ന് കണ്ട ഘട്ടത്തിൽ ഞാൻ എൻ്റെ പേജിലൂടെ ഫേസ്ബുക്ക് അന്ന് എനിക്ക് വലിയ ഫോളോവേഴ്സ് ഒന്നുള്ള സമയമല്ല, ഞാൻ സിനിമയ്ക്ക് എടുക്കുന്നതിന് മുമ്പുള്ള കഥയെ പറഞ്ഞു. ഞാൻ പ്രൊഫൈലിൽ ലൈവ് ഇടുന്നു. ആ ലൈവ് 5.5 ലക്ഷത്തിലധികം ആൾക്കാർ എൻ്റെ പ്രൊഫൈലിൽ കാണും. അപ്പം അവസാനം ഇവർ നിർബന്ധിതരാകുന്നു ഇവർക്ക് അറ്റൻഡൻസ് കൊടുക്കാനും ഇവരെ തിരിച്ചെടുക്കാനും വേണ്ടിയിട്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഞാൻ പണ്ടിങ്ങനെ കുറേ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മളിപ്പോൾ തൊഴിലുറപ്പ് RT ഓഫീസിൽ അഴിമതി നടക്കുന്നു, ഹൈക്കോടതിയിൽ റിട്ട് കൊടുക്കുന്നു, RT ഓഫീസ് ഉപരോധിക്കുന്നു. ഞാൻ എൻ്റെ അടുത്ത് സാധാരണ ടാക്സി തൊഴിലാളികൾ വന്ന് പരാതി പറയാം, വെഹിക്കിൾമാർ കൈക്കൂലി മേടിക്കുന്നു അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ നടക്കുന്നു. അപ്പം ആരെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ? ഇത് സംസാരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ചിലവർ സംസാരിക്കത്തില്ല. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഈ കൈക്കൂലിയുടെ ഒരു ഭാഗം അവർക്ക് കിട്ടുന്നു. ഇപ്പം പണ്ട് മറ്റേ റേഷൻ കടയിൽ എൻ്റെ നാട്ടിൽ കൊട്ടാരക്കരയിൽ ഒരു റേഷൻ ഗോഡൗണിൽ നിന്ന് റേഷൻ കടത്തിയായിരുന്നു. അപ്പോൾ ഒരു 350 ചാക്ക് റേഷനറി കടത്തി. രാത്രിയിൽ അത് കണ്ട് രാത്രി റോട്ടിൽ വെള്ളം അടിച്ചിട്ട് പിറ്റായിട്ട് വന്നൊരുത്തൻ എന്നെ കിടന്ന് വിളിച്ചു. അപ്പോൾ ഇവരെപ്പോഴും പിറ്റാന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഈ രാത്രി ഫോൺ എടുത്തില്ല. രാത്രി എന്നെ 4 പ്രാവശ്യം വിളിച്ച് ഞാൻ ഫോൺ എടുത്തില്ല. കാരണം എന്തെങ്കിലും വെള്ളം അടിച്ചിട്ട് വിഷയം ഉണ്ടാക്കുന്ന ഒരുത്തനാണെന്നൊരു ധാരണയിലാണ് ഫോൺ എടുക്കാഞ്ഞത്. കക്ഷി ഇത് കണ്ടിട്ട് ആവശ്യം എന്നെ വിളിച്ചു. പക്ഷേ എന്ത് ഇയാളും എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ഞാൻ കിടന്നുറങ്ങുന്ന ജനലിൻ്റെ സൈഡിൽ തട്ടി എന്നെ വിളിച്ചുകൊണ്ടത്തി എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞു. ഞാൻ ആ രാത്രി തന്നെ ഞാൻ പുള്ളിയെ വിളിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ ആ രാത്രി ഈ ലോറി തടഞ്ഞില്ല. ഞങ്ങൾ ചെന്നപ്പോൾ ലോറി പോയി. ഞാൻ അപ്പോഴേ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ കാര്യം എനിക്കറിയുന്ന മീഡിയാസ് ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർ ഇടപെടും, ഇത് ലോറി നമുക്ക് ഒരിക്കലും പോലീസ് സ്റ്റേഷൻ കിട്ടത്തില്ല. അപ്പോഴേ തന്നെ റിപ്പോർട്ടർ ചാനലും അവരെയൊക്കെ വിളിച്ച് പറഞ്ഞു ഇത് വിഷയമാക്കി. എന്നെയൊക്കെ അന്ന് ഒരു വലിയ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വിളിച്ചൊക്കെ പറയുകയും ഇതിൽ നിന്ന് അഖില പിന്മാറണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ കുറേ ശത്രുക്കൾ അന്ന് അവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കൊട്ടാരക്കരയിൽ തന്നെ MC റോഡിൽ വലിയൊരു സർക്കാരിൻ്റെ ഒരു പ്രദേശത്ത് മണ്ണെടുപ്പ് നടന്നു. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വണ്ടി ഞാൻ എൻ്റെ കാറിൽ, അതായത് KSTP വർക്ക് ഓൺ പ്രോഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മണ്ണ് അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ റെഗുലർ MC റോഡിൽ കൂടെ പോകുമ്പോൾ ഞാൻ ഈ ലോറി ഇങ്ങനെ പോകുന്നത് കാണാം. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ ഈ മണ്ണ് മാഫിയക്കാരുടെ ഒരു വലിയ ശത്രുവാണ് ഞാൻ. കാരണം ഞാൻ ബൈക്കിലൂടെ ആ പരിസരത്തൂടെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ മണ്ണെടുക്കുന്നവൻ അപ്പോഴേ പേടിക്കും. അതിലെ ഈ പരിസരത്തൂടെ പോയിട്ടുണ്ട് എന്തെങ്കിലും പണി തരും. എൻ്റെ മോളുടെ പേര് പ്രകൃതി എന്നാണ്. ഇച്ചിരി പ്രകൃതി സ്നേഹിക്കും, ഇച്ചിരി കൃഷിയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പ്രകൃതി രോഹിക്കുന്നത് കാണുക അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളുന്നതല്ല. മണ്ണിടിക്കുക, വയൽ നിർത്തുക. അങ്ങനെ ഞാൻ ഈ വിഷയത്തിൽ നമ്മൾ പ്രതികരിച്ചപ്പോൾ ഈ റോഡ് ഇത്രയും ലോറി ഇങ്ങനെ പോകുന്നു KSTP വർക്ക് ഓൺ പ്രോഗ്രസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ KSTP ഓഫീസിൽ കയറി ഞാൻ ചോദിച്ചു ഇത് കണക്ക് പണി വല്ലതും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം അവർക്ക് അങ്ങനെ ഒരു പണിയെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ MC റോഡിൻ്റെ സൈഡിൽ കൂന കൂട്ടി മണ്ണൊക്കെ അടിച്ചു വെച്ചിട്ട് അകത്തേക്ക് താഴെ, അതായത് പുലമൺ തോടം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, ഇതിങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ കാറ് കൊണ്ട് അതിൻ്റെ ഇടയ്ക്കോട്ട് കയറ്റിയിട്ടിട്ട് ലോറിക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ജെസിബി കൊണ്ട് താഴെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 ലോറി അകത്ത് കിടക്കുകയാണ്. ഞാനിങ്ങനെ, അതായത് മെയിൻ റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ കൂന കൂട്ടി മതിൽ പോലെ മണ്ണാണ്. അതുകൊണ്ട് തന്നെ അകത്തെന്താ നടക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. റോഡിൽ കൂടെ പോകുന്ന വണ്ടിക്കാർക്ക് മനസ്സിലാവില്ല. കാര്യം ഇങ്ങനെ റോഡ് സൈഡിൽ കുറേ കൂന മണ്ണ് മാത്രമേ കാണത്തുള്ളൂ. അകത്തോട്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക. അത് തടഞ്ഞ് വൻ വിഷയം ഉണ്ടാക്കി. അന്ന് ആ സമയത്ത് രാഷ്ട്രീയ പാർട്ടി BJP-യിലാണ് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് ചില BJP നേതാക്കന്മാർ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ അവിടെ നിന്ന് ലൈവ് ഇട്ടത് ശരിയല്ല, ഞങ്ങളെയും കൂടെ വിളിക്കണം, കാരണം അവർക്ക് കൂടെ മൈലേജ് കിട്ടണമല്ലോ. അതാണ് അവരുടെ ഉദ്ദേശം. അപ്പം ഈ ലൈവ് ശ്രദ്ധിക്കപ്പെടുമ്പോഴത്തേക്ക് ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പിന്നെ അതൊക്കെ വലിയ വിഷയമായിട്ട് അതൊക്കെ വലിയ ആൾക്കാരുടെ കളിയായിരുന്നു അതൊക്കെ. ഞാൻ സത്യത്തിൽ ഇത് പറയാൻ വന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊരാളുടെ വിഷമം ബേസിക്കലി എൻ്റെ വിഷമമാണ്. എൻ്റെ ലൈഫിൽ ഇന്ന് വരെ ഞാൻ എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ലെന്നേ. ഞാൻ ഈ ശത്രുത മൊത്തവും പിടിച്ചു പറ്റിയത് മറ്റുള്ളവർക്ക്. നിങ്ങൾ ഏത് വിഷയം എടുത്തു നോക്കും, എനിക്ക് സോഷ്യൽ മീഡിയയിൽ ആരുടെയൊക്കെ തെറിവിളി കേട്ടിട്ടുണ്ട് വിഷയം മുഴുവൻ എടുത്തു നോക്കും. ഇതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഈ പ്രതികരണ ശേഷി പണ്ടോട്ടെ ചെറുപ്പം തൊട്ടേ കൂടിയതാ. കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് ഈ പ്രശ്നം എടുക്കും. അല്ല, കുട്ടിക്കാലത്ത് ഈ പ്രശ്നം എനിക്കുണ്ട്. പക്ഷെ നമുക്ക് കൊച്ചുനാളിൽ നമുക്കൊരു സ്പേസ്, ഇപ്പം ഞാൻ സ്കൂൾ ചെയർമാനൊക്കെ ആയിരുന്നു. അന്ന് പിന്നെ ഞാൻ നന്നായിട്ടൊക്കെ പഠിക്കുന്ന ചെറുക്കനായതുകൊണ്ട് നമ്മളെല്ലാത്തിലും നല്ല ആക്റ്റീവാണ്, എല്ലാത്തിലും മിടുക്കനാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നം ആരുടെ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പോയൊക്കെ നമ്മളിപ്പം ഒരു പ്രശ്നം അങ്ങനെ അന്നത്തെ ഇഷ്യൂസ് പരിഹരിക്കുന്ന ആളല്ല. പക്ഷേ
കോളേജിലൊക്കെ ചെന്നപ്പം ഇപ്പം എൻ്റെ ക്ലാസ്സിലുള്ള കുറേ കുട്ടികളുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നമായിട്ട് വരുമ്പം എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചിട്ട് ടീച്ചർമാരോട് ഞാൻ വഴക്കാവും. ആക്ച്വലി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പോയി സംസാരിച്ചത്. ഇവർക്ക് സംസാരിക്കാനുള്ള മടി കൊണ്ടാണ് നമ്മളെ ശബ്ദമാണ് ടീച്ചർമാരും മറ്റവരും കേൾക്കുന്നത്. അപ്പം ഞാൻ അഹങ്കാരിയായി, നമ്മൾ കുഴപ്പക്കാരനായി. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ പിന്നീട് ലൈഫിൽ പലരുടെയും കാര്യത്തിൽ പറ്റിയിട്ടുണ്ടെന്നേ. പല ആൾക്കാർക്കും വേണ്ടി സംസാരിച്ചപ്പോൾ എൻ്റെ കല്യാണം ആദ്യ രാത്രി എൻ്റെ കല്യാണത്തിന് വന്ന പിള്ളേർ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. അത് ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ. ആദ്യ രാത്രിയിൽ ഈ പറഞ്ഞ പോലെ പിള്ളേർ ഇറക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലാണ്. അവസാനം എസ് ഐ വന്നിട്ട് എസ് ഐൻ്റെ കല്യാണത്തിന് വന്ന ആളാ. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാൽ മണവാളാ നീ വീട്ടിൽ കയറി പോകാൻ പറഞ്ഞു. അപ്പോൾ എന്ത് സ്റ്റേഷൻ എന്ന് പറഞ്ഞ വിഷയം ഭയങ്കര വലിയ വിഷയം. തള്ളാണെന്ന് പറയുന്നവരും കമന്റ് ഇട്ടവരും ഉണ്ടാവും. എൻ്റെ കൂടെ വന്ന പിള്ളേർക്ക് തള്ളാന്ന് പറയാൻ പറ്റും. നമ്മുടെ കൂടെ ഒരു 7 പിള്ളേരുണ്ടല്ലോ. ഞാൻ പറയുന്നത് ഒരു സത്യം എന്ന് പറയുന്നത് 10,000-കണക്കിന് ആൾക്കാർ കള്ളമാണെന്ന് പറഞ്ഞാലും ഒരാളത് കണ്ടുകൊണ്ട് നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ പറയുമല്ലോ. ഞാനീ പറഞ്ഞത് ഞാനൊരു ഇൻസിഡന്റ് പറയുമ്പോൾ എൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് പോയി സ്റ്റേഷനിൽ പോയി ഗുണ്ടായിസം കാണിച്ചെന്നല്ലോ പറഞ്ഞത്. നമ്മുടെ കൂടെയുള്ള പിള്ളേരുണ്ട്. ഇത് രസം എന്ന് പറഞ്ഞാൽ ഞാൻ അവസാനം എന്നെ പിടിച്ചകത്തിടാൻ പറഞ്ഞു. ഇവരെ വിട്ടില്ലെങ്കിൽ എന്നെയും പിടിച്ചകത്തിടാൻ പറഞ്ഞു. അല്ല പിള്ളേരെ വിടണ്ടേ? ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു വെള്ളം അടിച്ചിട്ട് റോട്ടിൽ നിന്ന് വണ്ടിയൊന്നും ഓടിച്ചിട്ടില്ല, പക്ഷെ ഇവരുടെ ബൈക്കടക്കം എടുത്തുകൊണ്ട് പോയി. റോട്ടിൽ വെള്ളം അടിച്ചിട്ട് നിന്നുകൂടെന്നുള്ളത് ഓക്കെ കേസാണെന്നുണ്ടെങ്കിൽ അത് പിടിക്കുക, ജാമ്യം കൊടുക്കുക, വിടുക. ഇവരുടെ ബൈക്കടക്കം പിടിച്ചുകൊണ്ട് പോയി. ഞാൻ പിന്നെ അവസാനം പറഞ്ഞു ഒന്നുകിൽ പിള്ളേരെ വിടണം, വണ്ടി വിടണം. അപ്പം പ്രശ്നമായി. അപ്പം അതിനകത്ത് ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് ഇച്ചിരി വിരോധം ഉണ്ടായിരുന്നു. നേരത്തെ ഒരു ഉത്സവ സമയത്ത് ഞാൻ പുള്ളിയെ, കാരണം ഉത്സവ സമയമല്ലേ, പോലീസുകാരൊക്കെ നമ്മളെ ഒന്ന് പിടിച്ചെടുമ്പോൾ നമ്മൾ തിരിച്ച് പിടിച്ചു കിട്ടും. അപ്പോൾ ഇയാളെ പിടിച്ചു കഴിയുമ്പോൾ ഇയാളുടെ വിരലിലാണ് എനിക്ക് പിടുത്തം കിട്ടിയത്. ഞാൻ ആ സമയത്ത് ആ വിരൽ പിടിച്ചങ്ങ് തിരിച്ച്. അപ്പോൾ ഇതിൻ്റെ കൽപ്പ് പുള്ളിക്ക് എന്നോട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെന്നപ്പോൾ പുള്ളി എന്നെ പിടിച്ചു തള്ളി. സ്റ്റേഷനിൽ വെച്ച് എന്നെ പിടിച്ചു തള്ളി. ഞാൻ തിരിച്ച് പിടിച്ചു തള്ളി സ്റ്റേഷനിൽ വെച്ച്. അപ്പം കുറച്ച് പോലീസുകാർ എന്നെ പിടിച്ചു മാറ്റുന്നു, കുറച്ച് പോലീസുകാർ പുള്ളിയെ പിടിച്ചു മാറ്റുന്നു. ഇതായിരുന്നു സ്റ്റേഷനിൽ. അതായത് ഇടിച്ചെടുത്ത് അകത്തിട്ട് നല്ല പെരുക്കുന്നതിന് കൊട്ടാരക്കര പോലീസിന് ഒരു മടിയും വേണ്ട. പക്ഷേ പൊതുവേ ഞാൻ അവിടെ ചെന്നിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ മര്യാദയുള്ള വിഷയങ്ങളാണെന്നും അഖിൽ ഇവിടെ വന്ന് ഇടപെട്ടിരുന്നതൊക്കെ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ശരികൾക്ക് വേണ്ടിയിട്ടായിരിക്കുമെന്നും ഞാനൊരു വിവരം കെട്ടാനല്ലെന്നും ഒക്കെയുള്ള ധാരണ അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടായതുകൊണ്ട് ആ സ്നേഹം വെച്ചിട്ടാവാം അവരെന്നെ പിടിച്ചു മാറ്റുകയാണ് ചെയ്തത്. മറ്റേ ഉദ്യോഗസ്ഥനെ അപ്പം ഞാനിപ്പോൾ ചോദിക്കുന്നു ഇയാൾ വെള്ളം ഒടിച്ചിട്ടിരിക്കില്ല, ഇയാളെ പിടിച്ച് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ പുള്ളിക്ക് സ്മെല്ലുണ്ടായിരുന്നു. പുള്ളിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയല്ലേ, രാത്രി 12 മണി സമയം, ന്യൂ ഇയറിൻ്റെ പിറ്റേ ദിവസമല്ലേ. അപ്പോൾ ആ പുള്ളി അടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കല്ലോണം, കാരണം പുള്ളി എൻ്റെ അടുത്തടുത്ത് ഞാൻ അങ്ങനെയാണ് ഞങ്ങൾ ഈ സംസാരം പിടിച്ചുള്ളതാവുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഇത് അവിടെ പോയി പ്രശ്നം ഉണ്ടാകുന്നത് എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ ആദ്യ രാത്രിക്ക് എനിക്ക് എൻ്റെ പെണ്ണുമ്പിള്ളയുടെ വീട്ടിൽ കയറി കിടക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇവർ എന്നെ രാത്രി അപ്പം അവർക്കൊരു വിശ്വാസമുണ്ട്. അഖിലണ്ണനെ വിളിച്ചു, അണ്ണൻ വരും, അണ്ണൻ വന്ന് രക്ഷിക്കണമല്ലോ. നമ്മളൊരാളെ വിശ്വസിച്ചല്ലേ വിളിച്ചത്. എൻ്റെ പൊതു രീതി അതാട്ടോ. അപ്പം നമ്മളിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു 5-6 പേര് നിന്നെ അടിക്കാൻ വന്നപ്പോൾ നീ കോൺഫിഡൻ്റ് ആയിട്ട് വിടുന്നിട്ട് അവരോട് പറയുക ഒരു കുഴപ്പമില്ലടാ, അതിലെണ്ണ അടുത്തിരിപ്പില്ലേ, പുള്ളി നോക്കിക്കോളും. എവിടാ ഇവന്മാർ 5 എണ്ണം അടിക്കാൻ എൻ്റെ നട്ടല്ലടിച്ച് ഔട്ടി പിടിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ നീ എന്ന് പറയുന്ന ഒരാളെ എന്നെ വിശ്വസിച്ചിട്ട് ഇത് പറയുമ്പോൾ നിനക്ക് വേണ്ടി അവന്മാരോട് ഒന്ന് ചോദിക്കുകയെങ്കിലും വേണ്ടേ? അവിടെ കിടന്ന് അടി കൊള്ളുന്ന രണ്ടാമത്തെ കാര്യം. പക്ഷെ കോൺഫിഡൻ്റ് ആയിട്ട് ചോദിക്കുക. കാര്യം എന്നെ വിശ്വസിക്കുന്ന ഒരുത്തനെങ്കിലും ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളത്. ഞാൻ ഈ സിനിമാക്കാരനായത് എന്തിനാണെന്നറിയാമോ? എന്നെ നാട് മുഴുവൻ പരിഹസിച്ച് നമ്മളൊരു ഷോർട്ട് ഫിലിം പോലും എടുക്കത്തില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് പരിഹസിച്ച് ഇല്ലാതാക്കാൻ എല്ലാവരും ശ്രമിച്ചപ്പോഴും എന്നെ വിശ്വസിച്ച ഈ വിരലെണ്ണാവുന്ന കുറച്ച് പേരുണ്ട്. അതാണ്ട് ഈ അകത്ത് നമ്മൾ ഈ ഫ്ലാറ്റിൽ ഈ അകത്ത് കിടന്നുറങ്ങുന്ന ശ്രീഹരിയോട് 2011 ഞാനിത് കണക്ക് വളരെ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ടടാ, ഞാൻ സ്ക്രിപ്റ്റ് എഴുതി ഇവൻ വായിച്ചിട്ടുണ്ട് അന്ന്. അപ്പം ഇവനോട് ഞാൻ ചോദിക്കുന്നതാണ്ടാ, ഇത് നമ്മൾ സിനിമയിലൊക്കെ വരാൻ പറ്റുമോ, നമുക്ക് ഇതിനൊക്കെ നടക്കുമോ? അപ്പോൾ അവൻ പറയുന്നത് എടാ ഇത് നിന്റെ തിരക്കഥ അന്നാരും വായിച്ചിട്ടില്ലല്ലോ, വായിക്കാത്തവരാണ് നമ്മളെ പരിഹസിക്കുന്നത്. ഇപ്പം ഞാനില്ല സിനിമ കാണാതെ സിനിമയെ കുറ്റം പറയുന്ന പറഞ്ഞ. അപ്പം അങ്ങനെ ഇവൻ പറയുന്നു നീ ധൈര്യമായിട്ട് നിൽക്കുക. പിന്നീട് പല പ്രശ്നങ്ങൾ വന്നപ്പോഴും ഇവനോട് പലരും ആ സമയത്ത് പറയും നിനക്ക് വേറെ, കാരണം ഞാനിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമല്ലേന്ന്. അപ്പോൾ നീ ആലോചിച്ചു, ഇപ്പം ഗദ്ദാഫി ആലോചിച്ച് പോകും. ഇപ്പം തങ്ങൾ നിൻ്റെ ഒരു സുഹൃത്ത് നാട് മുഴുവൻ ആൾക്കാർ കുറ്റം പറയുവാണ്. അവനെ സുഹൃത്തായിട്ട് വീട്ടിൽ വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അച്ഛനമ്മയൊക്കെ പറയത്തില്ലേ എന്തിനാണ് അവനെ നീ അവൻ്റെ കൂട്ടുകാരില്ല, നീ അവനെ അടുപ്പിക്കരുത്. ഇങ്ങനെ പല ആൾക്കാരും പലയിടത്തിരുന്നുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കെതിരെ മോശം പറയുമ്പം എൻ്റെ ഭാര്യ ആയാലും അമ്മയായാലും അച്ഛനായാലും അമ്മയച്ചനായാലും അമ്മായിയമ്മയായാലും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരായാലും ഇവരെല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തുമ്പം ഒരു 5-6 സുഹൃത്തുക്കൾ വിശ്വസിക്കുകയാണ് അഖിലും എടുക്കാനാണ്, അവൻ രക്ഷപ്പെടും, അവനെ വേണ്ട സപ്പോർട്ടൊക്കെ നമുക്ക് ചെയ്യണം. അവർക്ക് വേണ്ടിയിട്ട് ഒരു സിനിമയെങ്കിലും എനിക്ക് എടുക്കണ്ടേ? അങ്ങനെ എടുത്തതാണ് താത്വിക. 100%. ഞാൻ ഇന്നും അതിനുവേണ്ടി മാത്രം എന്നുള്ളതല്ല. ഒന്നും ഞാൻ എപ്പോഴും എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൻ്റെ നിങ്ങൾ എൻ്റെ ടൈം ലൈൻ ബാക്കിൽ പ്രൊഫൈൽ ഇട്ടേക്ക് ഞാൻ നോക്കിയത് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ പരിഹസിക്കുന്ന ഒരു കാര്യം ചെയ്ത് കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണത്. ഓക്കെ, ചേട്ടൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഈ പറഞ്ഞ പോലെ കുറേ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാക്കിയത് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വ്ളോഗേഴ്സിനൊക്കെ എന്താ പണി, സിനിമ ഉണ്ടാക്കുന്നതിനേക്കാൾ ഭയങ്കര എളുപ്പമാണല്ലോ വ്ളോഗിങ് ചെയ്യാൻ, എന്താ ഇമെയിൽ ഉണ്ടാക്കണം, ഇതൊക്കെ ഭയങ്കര പിടിപ്പത് പണിയാണല്ലോ.
കളിയായിക്കൊണ്ട് പറഞ്ഞ സാധനം. പക്ഷെ ഈ പറഞ്ഞ പോലെ വ്ളോഗേഴ്സും ചെയ്യുന്നത്, ഇപ്പൊ കുറെ വ്ളോഗേഴ്സ്, ഇപ്പൊ ഈ സീക്രട്ട് ഏജന്റ് പോലുള്ള വ്ളോഗേഴ്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഇതൊരു ജോലിയായിട്ട് തൊഴിലായിട്ട് എടുത്ത് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് ഈ പറഞ്ഞ പോലെ വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. അപ്പൊ അവര് പറയുന്നത് അവരുടെ വ്ളോഗിങ്ങിന് ഈ പറഞ്ഞ പോലെ അധിക്ഷേപിക്കില്ല, അതും നിങ്ങൾ ചെയ്യുന്ന പോലുള്ള ഒരു തൊഴിൽ തന്നെയാണ് അവരും ചെയ്യുന്നത്. ആ തൊഴിലിനെ ഇങ്ങനെ പരിഹസിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ തൊഴിലിനും അവരുടേതായിട്ടുള്ള എന്തൊക്കെയാണ് പറയുന്നത്, അവർ ചെയ്യുന്നതും ജോലിയാണല്ലോ. ഏതെങ്കിലും സിനിമാക്കാര് ഇന്ന് വരെ ഏതെങ്കിലും ബ്ലോഗർമാരെ പരിഹസിച്ചതായിട്ട് നിങ്ങൾ കണ്ടോ? അല്ലല്ല, അത് ഏത് മൊമെന്റിൽ ഉണ്ടായതാണ്. അതായത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കോടിക്കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കുന്ന ഒരു സിനിമയെ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ ഒരു റിവ്യൂ പറയുന്നു. അതായത് നമ്മൾ ഇത്തിൾ എന്ന് പറയുന്ന ഒരു സാധനം എങ്ങനെയാണ് ജീവിക്കുന്ന ഒരു പർട്ടിക്കുലർ മരത്തിനകത്ത് കയറിപ്പറ്റി പരാന്നഭോജികൾ അല്ലെങ്കിൽ പരാത സസ്യങ്ങൾ എന്നാണല്ലോ നമ്മൾ ഇത്തിളിനെ പറയുന്നത്. അതായത് മറ്റൊരാളുടെ കഷ്ടപ്പാടും മറ്റൊരാളുടെ എഫേർട്ടും ചുരണ്ടിയെടുത്ത് ജീവിക്കുന്ന ജീവികളാണ് ഇത്തിൾ. പക്ഷെ ഇത്തിളിന് കഴിവുണ്ടായതുകൊണ്ടാണ്. അതെ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, എനിക്ക് എല്ലാവരെയും എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് ഈ ഇൻസ്റ്റാഗ്രാമിലും പണ്ട് ടിക്ടോക്കിലും ഒക്കെ വൈറലാവുന്ന കോമാളിത്തരങ്ങൾ കാണിച്ച് തന്നെ വൈറലാവുന്ന പലരുടെയും വീഡിയോസ് ചില സുഹൃത്തുക്കളൊക്കെ അയച്ചു തന്നിട്ട് ഗതികേട് എന്നിട്ട് പറയും മലയാളികൾ. അത് അവരുടെ കഴിവാണ്. അപ്പം ഞാനവരെ പരിഹസിക്കും. സിനിമയിൽ കയറാൻ അഭിനയിക്കാൻ നടക്കുന്നവരാണ് എൻ്റെ ഇതൊക്കെ പറയുന്നത്. ഞാൻ അവരെ വഴക്കാ പറയുന്നത്. ഞാൻ പറയടാ, ഈ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ഈ കാലഘട്ടമെങ്കിൽ ആ ട്രാക്ക് കണ്ടെത്തിയവരാണ് അവർ. അതുകൊണ്ട് എനിക്ക് അവരെ ഞാൻ കളിയാക്കത്തൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇതേ പറഞ്ഞ ആൾക്കാർ അവരാരിൽ നിന്നാണോ ജീവിക്കുന്നത് ആ വിഭാഗത്തെ അവരില്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും അവരെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ അത് പ്രതികരിച്ചാൽ അതെങ്ങനെയാണ് നമ്മൾ അവരെ കുറ്റം പറഞ്ഞ് നടക്കാവുന്നത്? അല്ല, താരതമ്യം ചെയ്യാനേ പറ്റില്ല. നീ എന്താ പറയുന്നത്? പ്രതികരണം കുഴപ്പമില്ല ചേട്ടാ, പക്ഷേ ചേട്ടന്റെ ആ സ്റ്റേറ്റ്മെന്റ് ഭയങ്കര കോൺട്രഡിക്ടറി ആയിരുന്നു. അതായത് ഇവർക്ക് വേറെ തൊഴിലെടുത്ത് ജീവിച്ചൂടെ? ഞാൻ ഇപ്പം നീ 2014-15 കാലഘട്ടത്തിൽ അഖിൽ മാരാറുടെ സത്യത്തിൽ ഈ നമ്മളെ അശ്വന്ത് ഗോക്ക്, അഖിൽ കോട്ടാത്തല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എൻ്റെ പേരായിരുന്നു റാവുവേ. ഞാൻ ഇലക്ഷനിൽ മത്സരിച്ച പേരാണ് അഖിൽ കോട്ടാത്തല. എൻ്റെ നാട്ടിലെ പേര്, എൻ്റെ നാടിൻ്റെ പേരാണ് കോട്ടാത്തല. അങ്ങനായിരുന്നു എൻ്റെ പേര്. അപ്പം ഈ പേര് ഇത് ചില ആൾക്കാർ ഇപ്പം എൻ്റെ പേരിനപ്പോൾ ഞാൻ എന്തോ മറ്റേ സവർണ മേധാവിത്വം അതിനൊരു വിമർശനമുണ്ട്. മണ്ണാങ്കട്ടയില്ലെന്നേ. ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ എന്തിനാണെന്ന് അറിയാമോ ഇലക്ഷനിൽ സ്വന്തമായിട്ട് മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടായത്? കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് NSS ആണെന്ന് പറഞ്ഞിട്ട് NSSനെതിരെ പ്രശ്നമുണ്ടാക്കി കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി റിബലായിട്ട് മത്സരിച്ചു വരുന്നതാണ് ഞാൻ. എൻ്റെ അത്രയും റിബലൊന്നും ഈ പറയുന്ന സോഷ്യൽ മീഡിയ നിൽക്കുന്ന ഒരുത്തനും എടുത്തിട്ടില്ല. ഇവന്മാർ ഈ പറയുന്ന അതാ ഞാൻ പറയാൻ വന്നത്. ഞാൻ 13-14 കാലഘട്ടത്തിൽ 5 ലക്ഷവും 6 ലക്ഷവും വ്യൂവർഷിപ്പ് ഉള്ള വീഡിയോസും ലൈവ് വിട്ടിട്ടുള്ളവനാണ്. അത്രയും വ്യൂവർഷിപ്പ് വന്നിട്ടുള്ള വീഡിയോസ് എനിക്കുണ്ട്. എനിക്കിത് തുടർജീവന മാർഗമാക്കി കണ്ടുകൂടെ? ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇട്ട വിഷയങ്ങൾ ഗ്രാവിറ്റിയുള്ള വിഷയങ്ങളായിരുന്നു. ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ ഒരു ഡോക്ടറെ പിഴവ് കൊണ്ട് ഒരു കുട്ടി മരണപ്പെട്ടെങ്കിൽ ആ ഒരു അത്തരം ഒരു വിഷയം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് സമൂഹത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന വിഷയങ്ങളായിരുന്നു ഞാനന്ന് ലൈവ് ചെയ്തത്. അന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, അഖിലെ നീ നന്നായി സംസാരിക്കും, വ്ളോഗ് തുടങ്ങും, യൂട്യൂബിലൊരു വ്ളോഗ് തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് വേണമെങ്കിൽ ജെനുവിൻ വിഷയങ്ങളെടുത്ത് സംസാരിക്കാം. അന്നേ ഞാൻ ഒരിടത്തൊരു തീരുമാനമാണ്. അപ്പം അതായത് ഞാൻ അന്ന് അങ്ങനെ തുടങ്ങി വ്ളോഗ് ചെയ്ത് ഞാൻ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ വ്ളോഗൊക്കെ ചെയ്തിട്ട് ഞാൻ ഒരു പടം ഡയറക്റ്റ് ചെയ്ത് ആൾക്കാർ ഓട്ടോമാറ്റിക്കലി പറയും, ഇല്ല യൂട്യൂബിലേക്ക് കിടന്ന് കണവണ പറഞ്ഞിട്ട് നിർത്തുന്നില്ലേ, അവ ഇപ്പോൾ ഒരു പടം എടുക്കാൻ പോകണമെന്ന് പറയും. അങ്ങനെ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അതാവാനല്ല എൻ്റെ ഉദ്ദേശം. എനിക്ക് എന്താണോ ആവാൻ ഉദ്ദേശം അതായതിനു ശേഷം മാത്രം ആ പ്രൊഫൈലിൽ നിന്ന് ഞാൻ ഇപ്പുറത്ത് പോകത്തേ ഉള്ളൂ. അതൊന്ന്. പിന്നെ ഈ പേര് അഖിൽ കോട്ടാത്തലമാരായിരുന്നു പേര്. ഇത് ഞാൻ ഈ അഖിൽ കോട്ടാത്തല എന്നൊക്കെ പേര് ജോയിച്ചേട്ടനൊക്കെ തന്നെ എൻ്റെ അടുത്ത് തമാശയ്ക്ക് പറയുന്നത്, ഇത് എന്തുവാടാ ഒരു ചെറുപ്പക്കാരൻ്റെ പേരാണെന്നോടാ അഖിൽ. ഇംഗ്ലീഷിൽ എഴുതിയാൽ ഈ പേര് പല രീതിയിലാണ് വായിക്കുന്നത്. KOTATTHA എന്ന കൂട്ടാത്തല എന്ന് വായിക്കും, കൊട്ടത്തല എന്ന് വായിക്കും. അപ്പം ഇങ്ങനെ പല പേരുകൾ വന്നപ്പോൾ ജോയിച്ചേട്ടൻ പറഞ്ഞു, ഇത് എന്തുകൂടാ ഷാപ്പിൽ നിൽക്കുന്നവന്മാരുടെ പേരാണെന്നോടാ ഇടുന്നതെന്നൊക്കെ തമാശയായിട്ട് പുള്ളി പറഞ്ഞ സമയത്ത് എൻ്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്യാൻ വന്ന 2 അസിസ്റ്റന്റ് ഡയറക്ടർമാരും പറഞ്ഞു, അഖിലേട്ടാ പേര് മാറ്റുന്നത് നല്ല കേട്ടോ. കാര്യം നമ്മൾ വേറൊരാളത്തൊക്കെ പറയുമ്പോൾ, കാര്യം അവർ ആരോടെ കൂടെ അടുത്ത പടം വർക്ക് ചെയ്യുന്ന അഖിൽ കോട്ടാത്തല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഉണ്ടായിട്ടുള്ളത് പ്രശ്നം. അപ്പം ഞാനും ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി, ശരിയാ കാര്യം. ഇതിലുള്ള പേരല്ല അഖിൽ രാജ എന്നാണ് എൻ്റെ പേര്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചാൽ ഞാനൊരു 5 പേര് കണ്ടുപിടിച്ചു. എൻ്റെ അച്ഛൻ്റെ പേരിന് അഖിൽ രാജേന്ദ്രൻ, അപ്പൂപ്പൻ്റെ പേര് ഭാസ്കര പിള്ള എന്ന അപ്പൂപ്പൻ്റെ പേര് വെച്ചിട്ട് അഖിൽ ഭാസ്കർ. പിന്നെ ഞാൻ ജന്മം കൊണ്ട് മാരാരായതുകൊണ്ട് ഈ അഖിൽ മാരാർ എന്ന പേര്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മളെ മലയാള സിനിമയിൽ ഭയങ്കരമായിട്ട് മാരാർ, നമ്മളെ നന്ദഗോപൻ മാരാറൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുകയാണല്ലോ. അപ്പം റെക്കഗ്നൈസ് ചെയ്യണം, ഈ പേരെന്തിനാടാ, പരസ്പരം തിരിച്ചറിയാനല്ലേ പേര്, അപ്പുറത്തേക്ക് എന്താണ്. അപ്പം ഞാൻ എന്നെ നോട്ടീസ് ചെയ്യണം, എന്നെ ഒരാളെ തിരിച്ചറിയണം. അഖിലെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ 100,000 അഖിലുമാരുണ്ട്. സിനിമയുടെ പിന്നണിയിൽ നിൽക്കുന്നതാണ് അഖിലുമാർ കുറേ ഉണ്ട്. ക്യാമറമാന്മാർ അഖിലുമാരുണ്ട്, ഡയറക്ടർ മറ്റേ ഫോറൻസിക്കിൻ്റെ ഡയറക്ടർ അഖിലാണ്.
പിന്നെ കുറേ അഖിൽമാർ അല്ലാതെ തന്നെ ടെക്നീഷ്യന്മാർ കുറേ ഉണ്ട്. അപ്പോൾ ഈ 100,000 അഖിൽമാർക്കിടയിൽ ഒരു അഖിലിന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഇപ്പുറത്തൊരു സാധനം വേണ്ടേ? അങ്ങനെ ചിന്തിച്ച് 5 പേര് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഈ എൻ്റെ പ്രൊഡ്യൂസറുടെ അടുത്ത് ഞാൻ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, സാർ ഇതിന് ഏതെങ്കിലും ഒരു പേര് ഫൈനൽ പറയാൻ പറഞ്ഞു. സാർ എൻ്റെ അടുത്ത് പറഞ്ഞ പേര് അഖിൽമാരാണ്. ജോയിച്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ പേര് അഖിൽമാരാണ്. കാരണം കേൾക്കാനൊരു ഗുമ്മോണ്ട്രാ എന്ന് പറഞ്ഞിട്ട് അത് ശ്രദ്ധിക്കപ്പെടും. ഞാൻ എന്നിട്ട് ഇതുകൊണ്ടൊരു ഈ നമ്മളെ അന്ധവിശ്വാസിയൊന്നുമല്ല ഞാൻ, എന്നാൽ വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ യുക്തിപരമായിട്ട് ചില വിശ്വാസങ്ങളെ കണക്ട് ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരാളുമാണ് ഞാൻ. എന്നാലും പോട്ടെ, സിനിമയല്ലേ, കാര്യം നമ്മുടെ ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്ന പരിപാടിയല്ലല്ലോ, അതുകൊണ്ട് ഇച്ചിരി അന്ധവിശ്വാസമൊക്കെ ആകാം എന്നൊക്കെയുള്ള രീതിയിൽ ഈ എന്താണ് പറയുക, നമ്മളെ പേരിന് വെച്ചിട്ട് ന്യൂമറോളജി നോക്കുന്ന ഒരു ന്യൂമറോളജിസ്റ്റിനെ കണ്ടിട്ട് ഈ 5 പേരും കൊടുത്തു. ന്യൂമറോളജിസ്റ്റ് സെലക്ട് ചെയ്തതും ഈ മാരാരാണ്. എൻ്റെ ജന്മനക്ഷത്രം എൻ്റെ ജനന ദിവസം ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഈ ന്യൂമറോളജി പോകുന്നത്. അത് വെച്ചിട്ട് അത് ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് ചിന്തിച്ച് നോക്കുന്നേ, അഖിൽമാരാർക്ക് ഒരു സിനിമ എടുത്ത് തിയേറ്ററിൽ പരാജയപ്പെട്ട അഖിൽമാരാർക്ക് കേരളത്തിൽ പുതിയ സംവിധായകർക്കിടയിൽ ഇത്രയും പേരൊക്കെ കിട്ടാൻ പേരൊരു കാരണമായി കാണത്തില്ലേ? ആയിരിക്കണം ഇല്ലേ? നമ്മൾ നശിച്ചു പോയില്ലല്ലോ, മുന്നോട്ട് പോകാൻ തന്നെയല്ലേ അതുകൊണ്ട് പറ്റിയത്. അപ്പൊ അവരെ കുറ്റം പറയാൻ പറ്റും. അഖിൽമാരാർന്ന പേര് ചർച്ചയായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇതാണ്, അല്ലാണ്ട് എനിക്കൊരു ജാതിയില്ല, എനിക്കൊരു മതമില്ല, ഞാൻ ഇതിലെല്ലാം ഭയങ്കര റിബലാണ്. എൻ്റെ സ്വന്തം സമുദായത്തിനെതിരെ ഭയങ്കരമായിട്ട് സംസാരിച്ച് അവരുടെ മൊത്തവും വെറുപ്പ് പിടിച്ചു പറ്റി ജീവിച്ചവനാണ് ഞാൻ. അപ്പം എൻ്റെ അടുത്ത് നീ ഇങ്ങനെ പോലെ നീ നശിച്ചു പോകും, അഖിലെ നീ നന്നായിട്ട് പഠിക്കും, ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ സമയത്ത് നീ നല്ല രാഷ്ട്രീയക്കാരനാകും, നീ രാഷ്ട്രീയ പാർട്ടി കളയരുത്, നീ കോൺഗ്രസ് വിടരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചവരുണ്ട്. ഇതെല്ലാം കളഞ്ഞിട്ട് തോന്നി നടക്കാൻ നടക്കുക. അപ്പം നശിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൈയടിക്കും. ഈ ഇവരുടെ കൈയടി കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്, എനിക്കൊരിക്കലും നാട്ടിലേക്ക് ഞാൻ നാട് വിട്ട് പോകുമ്പോൾ 2018 അവസാനം ഞാൻ നാട് വിട്ട് കൊച്ചിക്ക് വരുമ്പോൾ തിരിച്ച് പോകരുതേ, ഒരാളെ പോലും കാണല്ലേ. കാര്യം ചെന്നാൽ എന്താ പ്രശ്നം, എല്ലാവരും പറയാം അന്നേ അഖിലെ പറഞ്ഞല്ലേ നീ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നിട്ട് നിനക്ക് സർക്കാർ ജോലി കിട്ടി, നീ ജോലിയും കളഞ്ഞിട്ട് കാരണം ഞാനൊരു US കമ്പനി ഇപ്പോൾ മെഡിക്കൽ റെപ്പായിട്ട് വർക്ക് ചെയ്തിട്ട് എൻ്റെ ഒരു US കമ്പനി കയറുമ്പോൾ എനിക്ക് 54,000 രൂപ സാലറി ഉണ്ട് 2010. ഈ ജോലിയും കളഞ്ഞിട്ട് PSC എഴുതി കിട്ടിയ ജോലിയും കളഞ്ഞിട്ട് സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്ന എനിക്ക് ഭ്രാന്താന്നല്ലേ നാട്ടുകാർ മൊത്തം പറയത്തുള്ളൂ. പഠിപ്പിച്ച അധ്യാപകർക്ക് മൊത്തം പറയത്തില്ല ഇവന് ഭ്രാന്താന്ന്, കാരണം ഇവർക്കൊക്കെ അറിയാമെന്നല്ലോ ഞാൻ നന്നായിട്ട് പഠിക്കുവാനുള്ള കാര്യം. അപ്പോൾ എല്ലാവരും എതിർത്തിട്ട് നമ്മളിതേന്ന് പറഞ്ഞ് നടക്കത്തിട്ട് അവസാനം പരാജയപ്പെട്ട് ഇവരുടെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഞാൻ വിചാരിച്ച് മരിച്ചേക്കാം, അല്ലാണ്ട് എന്താ. എന്നെ കൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഒരു പ്രയോജനമില്ല, എൻ്റെ മക്കൾക്കൊരു പ്രയോജനമില്ല, അച്ഛനൊരു പ്രയോജനമില്ല, അമ്മയ്ക്കൊരു പ്രയോജനമില്ല. പിന്നെ എന്തിനാണ് മനുഷ്യൻ തിരിച്ചു പോകുന്നത്? ഒരു മനുഷ്യൻ ജീവനോട് ഇരുന്ന് കഴിഞ്ഞാൽ അവനെ കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം വേണ്ടേ? അറ്റ്ലീസ്റ്റ് അവനവന് പ്രയോജനം വേണ്ടേ? ഇതൊന്നുമില്ലാതൊരു മനുഷ്യൻ എന്തിനാ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ അന്ന് ചിന്തിച്ചത്. അപ്പോഴാണ് ഹരിയാണെന്ന് പറയുന്നത്, ഇവിടെ വന്നൊരു ഫ്ലാറ്റ് എടുക്കും, നിനക്ക് നിൽക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി തരാം. ഹരീഷ് മറ്റുള്ളവർ ചെറിയ സാമ്പത്തിക സഹായം ചെയ്യുന്നു, അവരുടെ പൈസയിലൂടെ കഴിയുന്നു. അത് ദൈവം കണ്ടു, അവിടെയാണ് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നത്. ആരോ ഒരാൾ കണ്ടു, കണ്ടതുകൊണ്ട് നമ്മുടെ യാത്ര കറക്റ്റായി. ഞാൻ 2010 ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞൊരു ബേക്കറി എന്നൊന്നും പറയാനില്ല, ഒരു ജ്യൂസ് കട എൻ്റെ നാട്ടിൽ തുടങ്ങിയപ്പോൾ ആ കടയ്ക്ക് ആ പേരിടാനുള്ള കാരണം പോലും ഞാൻ സ്വപ്നങ്ങൾക്ക് പിന്നാലെ സഞ്ചരിച്ചവനായതുകൊണ്ടാണ്. അത് ഈ റെപ്പൊക്കെ ആയതിനു ശേഷമാണോ? റെപ്പ് ജോലി കളഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി സിപ്ലയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ച് നാൾ ഒരു 5-6 മാസം കഴിഞ്ഞ് എനിക്കൊരു LIC ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ജോലിക്ക് പോയ സമയത്ത്. അപ്പോൾ ആ പൈസയൊക്കെ പിടിച്ച് വെച്ചു. അപ്പോൾ അതിൻ്റെ കാര്യം ഇതാണ്, നാട്ടിൽ എൻ്റെ കൂടെ 2-3 പിള്ളേരുണ്ട്, മുകേഷ്, നന്ദു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവന്മാർ ഇതാണെങ്കിൽ എന്നെ വിശ്വസിച്ചങ്ങ് നടക്കുക, ഞാൻ രക്ഷപ്പെടും, അപ്പം അവന്മാർക്ക് രക്ഷപ്പെടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവന്മാർക്ക് എന്തെങ്കിലും ഒരു വരുമാനം ആവണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവന്മാർക്ക് വേണ്ടിയിട്ടൊരു ബേക്കറി ഇട്ട് കൊടുത്തു. ഈ തെണ്ടികളങ്ങാൻ അതിനകത്ത് ജോലി എടുക്കും. ഇവന്മാർക്ക് ഈ സ്കൂളിലുള്ള പെൺപിള്ളേർ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ നിന്ന് നാരങ്ങാവെള്ളം അടിക്കാനൊക്കെ ബുദ്ധിമുട്ട്. ഇവന്മാർ നമ്മുടെ അസിസ്റ്റൻ്റാന്ന് പറഞ്ഞാൽ നടക്കും, ഞാൻ അവിടെ നിന്ന് അടിക്കണം. ഞാൻ പണ്ട് പറഞ്ഞില്ലേ ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കേരളത്തിൽ. ഞാൻ ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ മറ്റേ അസിസ്റ്റൻറ്റ് ഡയറക്ടറൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ ചുമ്മാ പഠിപ്പിക്കുന്ന പിള്ളേരത്തെ ഞാൻ 5 വർഷം പഠിപ്പിച്ചത് കേട്ടോ. +2 വരെ മാക്സിമം ഫിസിക്സും ആ റേഞ്ച് വരെ പഠിപ്പിച്ചതാണ്. ആക്ച്വലി വിദ്യാഭ്യാസ യോഗ്യത +2 ആണ്. എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ +2. ഞാൻ ഡിഗ്രി എഴുതി പാസ്സായിട്ടില്ല. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് എഴുതിയില്ല, BSc മാത്സ് ആയിരുന്നു, ഞാൻ ഇംഗ്ലീഷ് എഴുതിയില്ല. ഞാൻ എൻ്റെ ഡിസിഷനൊക്കെ ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എടുത്തതാണ്. ഞാൻ ഇംഗ്ലീഷ് എഴുതാതിരുന്നപ്പം എനിക്ക് +2 ഇംഗ്ലീഷിന് 92 മാർക്കുണ്ടേ. 100-ൽ 92 മാർക്ക് +2 ഉണ്ട്. അതുകൊണ്ട് എടുത്ത് ഞാൻ പറയുന്നത്, അതായത് ഇപ്പോൾ അല്ലെങ്കിൽ കേൾക്കുന്നവർ വിചാരിക്കും ഇംഗ്ലീഷ് എഴുതാൻ ശേഷിയില്ലാത്തതുകൊണ്ടാന്ന് പറയാം. അല്ല, 100-ൽ 92 മാർക്ക് +2 മേടിച്ച് എനിക്ക് 300-ൽ 105 മാർക്ക് മേടിക്കാൻ ശേഷിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ എക്സാം എഴുതിയില്ല. എഴുതിയപ്പോൾ എടുത്ത തീരുമാനം, ഞാൻ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന മേഖലയിലേക്ക് എത്താൻ എനിക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ എനിക്ക് വേണ്ട. ഒരു മനുഷ്യൻ സാ വിദ്യയാ വിമുക്തി, അതെന്നാണോ നമ്മെ സ്വതന്ത്രമാക്കുന്ന അതാണ് വിദ്യ. എഡ്യൂസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പദം. എഡ്യൂസ് എന്നാൽ ടു ഡ്രാ ഔട്ട് എന്നാണ്, പുറത്ത് കൊണ്ടുവരിക എന്നാണ്. അതായത് ഒരു കുട്ടിയുടെ കഴിവ് പുറത്ത് കൊണ്ടുവരുന്നതാവണം വിദ്യാഭ്യാസം എന്നാണ്. അതായത് സച്ചിൻ ടെണ്ടുൽക്കറെ പഠിപ്പിച്ചിട്ട് ഡോക്ടറാക്കുന്നതല്ല വിദ്യാഭ്യാസം, യേശുദാസിനെ പഠിപ്പിച്ച് എഞ്ചിനീയർ ആക്കുന്നതല്ല വിദ്യാഭ്യാസം.
ആ ഒരു ചിന്തയിൽ തന്നെ ഞാനാകുന്നൊരു കാലത്ത്, ഞാൻ രക്ഷപ്പെടുന്നൊരു കാലത്ത് എനിക്ക് സമൂഹത്തോട് പറയണമെങ്കിൽ ഇന്നത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസ രീതികൾ മാറി വരണം, അല്ലെങ്കിൽ മാറി ചിന്തിക്കണം, സർഗാത്മകമായിട്ടുള്ള കഴിവുകൾക്ക് വിദ്യാഭ്യാസം പ്രോത്സാഹനം കൊടുക്കണം എന്നൊക്കെ എനിക്ക് പറയണമെങ്കിൽ ഞാൻ കൂടെ രക്ഷപ്പെട്ട് കാണിക്കണ്ടേ. എനിക്ക് പറയാൻ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം ബിൽ ഗേറ്റ്സിൻ്റെ കാര്യം എടുത്താലും ലോകത്ത് സക്സസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ കാര്യം എടുത്താലും അവർക്കൊക്കെ ഏകദേശം ഒരു പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ യൂസഫ് അലി സാഹിബ്, അദ്ദേഹത്തിൻ്റെ താഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വിദ്യാഭ്യാസം ലോകത്തുള്ള എല്ലാ സർട്ടിഫിക്കറ്റും ഉള്ളവരാണ്. അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ ഒരു HR മാനേജർ, ഓൾ ഇന്ത്യ HR മാനേജറോ അല്ലെങ്കിൽ അദ്ദേഹം എല്ലാ ലെവലിലുള്ള MBA പുള്ളിക്കാണ്. അദ്ദേഹത്തിന് അതില്ല. പക്ഷേ ഇദ്ദേഹം പമ്പിൽ നിന്ന് ധീരുഭായി അംബാനി, കമൽഹാസൻ, ഇങ്ങനെ പലരും ആരും സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല ലോകത്ത് ഉയരങ്ങൾ കീഴടക്കിയിട്ടുള്ളത്. അങ്ങനെ പോകുന്നവരും ഉണ്ട്. ഇപ്പം നല്ല മനഃപൂർവ്വം ഇംഗ്ലീഷ് എക്സാം എഴുതാതെ ഞാൻ പറയാം. അപ്പോൾ എനിക്ക് വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അന്നേ അങ്ങനെയാണ്. ഞാൻ വിചാരിച്ചു വേണ്ട, ഡിഗ്രി വേണ്ട, എനിക്ക് ഡിഗ്രി ഇല്ലാതെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ മെഡിക്കൽ ഡെപ്പാർട്ട് ജോലിക്ക് കയറുന്നത് പോലും ഡിഗ്രി ജസ്റ്റ് എനിക്ക് സർട്ടിഫിക്കറ്റ് വരുമെന്ന് കള്ളം പറഞ്ഞിട്ടാണ്. പക്ഷേ ഇൻ്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടാണ് അവരെന്നെ എടുത്തത്. US കമ്പനി പോലും എൻ്റെ ഇൻ്റർവ്യൂവിലുള്ള പെർഫോമൻസ് കണ്ടിട്ടാണ് അവരെടുത്തത്. നല്ല സാലറി എനിക്കുണ്ടായിരുന്നു. ആ കമ്പനിയുടെ തന്നെ, അതായത് ബോട്ടോക്സ് എന്ന ബ്രാൻഡ് നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടല്ലോ എല്ലാ ടെലിവിഷൻ, ആ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അലർജി എന്ന് പറഞ്ഞാൽ അവരാണ് വേൾഡ് നമ്പർ 1 ഓഫ്താൽമിക് കോസ്മെറ്റിക്സ് കമ്പനി. ഓഫ്താൽമിക് കണ്ണിൻ്റെ മെഡിസിനിലും വേൾഡ് നമ്പർ 1 അവരാണ്, കോസ്മെറ്റിക്സിലും വേൾഡ് നമ്പർ 1 അവരാണ്. അതിൻ്റെ ഒരു ടെറിട്ടറി മാനേജറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ എംപ്ലോയി ഞാനായിരുന്നു. അവരുടെ ഇന്ത്യയിലെ 25 വയസ്സിന് താഴെ ഒരേ ഒരു എംപ്ലോയി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ്. കാരണം അവർക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ആക്ച്വലി വേണ്ടത്. അപ്പോൾ വീട്ടുകാരും കൂട്ടുകാരും ഈ പറഞ്ഞ കുറ്റം പറയും. നമ്മൾ ജോലിയെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ചെറിയ പ്രായത്തിൽ 2010 നമുക്ക് 50,000 സാലറി ഒക്കെ കിട്ടുന്നൊരു ജോലി എന്നൊക്കെ പറഞ്ഞ കാര്യം ഞാൻ ഭയങ്കര വിലസി അടക്കിയില്ല. 2009 കൊല്ലം ജില്ലയിലെ ഫസ്റ്റ് FC ഞാനാണ് എടുത്തത്. അപ്പം അറിയാം FC ബൈക്ക് ഇറങ്ങിയതേ ഉള്ളൂ. ഈ ബൈക്കൊന്നും കണ്ടാൽ അന്നാർക്ക് മനസ്സിലാവില്ല. എന്നെ പോലീസൊക്കെ പിടിക്കുമ്പോൾ പോലീസുകാരൊക്കെ ചോദിക്കും, ഇത് എന്തുകൂടെ കുതിരണക്കത്തെ ഈ സാമാൻ ഇതെവിടെ നിന്ന് എടുത്തോണ്ട് വന്നതാണ്. അല്ലെങ്കിൽ അതുവരെ പൾസറായിരുന്നല്ലോ. എൻ്റെ ആഗ്രഹം പൾസറായിരുന്നു. കോളേജിൽ പഠിച്ച സമയത്ത് ഞാൻ പാഷനിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ട്യൂട്ടറെ പഠിപ്പിക്കുന്നുണ്ട്, എനിക്ക് ബൈക്ക് വേണമായിരുന്നു കാര്യം എല്ലായിടത്തും ഓടിയെത്താൻ വേണ്ടി. അപ്പം കോളേജിൽ ഞാൻ ഇപ്പോഴത്തെ കാലമല്ല കേട്ടോ, ഇപ്പം എല്ലാ പിള്ളേർക്കും ഈ പറഞ്ഞാണ്. ഇപ്പം എനിക്കിപ്പോൾ ഒരു നിഞ്ചയുണ്ട്, എന്നാലും ഞാൻ പറഞ്ഞ അന്ന് നമുക്ക് ബൈക്കുകളും വാഹനങ്ങൾ ഭയങ്കര ആഗ്രഹമാണ് എനിക്ക്. അന്ന് പൈസ ഒന്നും ഇല്ല കേട്ടോ. ഞാനൊക്കെ വളരെ താഴ്ന്ന സാഹചര്യത്തിൽ ജനിച്ച് വളർന്നവരാണ്. 10ാം ക്ലാസ് വരെ നമുക്ക് സ്വന്തമായിട്ട് വീടില്ല, പല വാടക വീടുകളിൽ കിടന്നവനാണ്. 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെ താമസിച്ചൊരു വയലിലാണ്. ഈ വയലിലെ വീട്ടിൽ ഞാൻ താമസിക്കുമ്പോൾ ഇപ്പോൾ രസമെന്ന് വെച്ചാൽ ഈ പ്രളയ സമയത്ത് ആരോ ഒരുത്തൻ ഒരു പോസ്റ്റ് ഇട്ടു. കാരണം എനിക്ക് 17 ആയപ്പോൾ എനിക്കൊരു ബെൻസ് കാർ, ഒരു ഇന്നോവയൊക്കെ ഉണ്ട് 2017. അപ്പം ഞാൻ പറയും വണ്ടിയിൽ എനിക്ക് ഭയങ്കര കരമാണ്. ഞാനൊരു ജീപ്പൊക്കെ എടുത്ത് പണി. അപ്പം ഫേസ്ബുക്കിലൊക്കെ നോക്കുന്നവർ വിചാരം ഞാൻ ഭയങ്കര ഫിനാൻഷ്യലി ഭയങ്കര ടോപ്പ് കക്ഷിയാണെന്നാണ്. അപ്പോൾ ഈ പ്രളയ സമയത്ത് ഞാൻ ഈ രാഹുൽ ഗാന്ധി ഒരു ചെറുപ്പക്കാരനെ ആദരിച്ചായിരുന്നു. എന്തോ ഒരു വെള്ളത്തിനകത്ത് ഇങ്ങനെ മുട്ടുകുത്തിന്ന് മുതുകത്ത് ചവിട്ടി കയറി, അതായത് ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് മുട്ടുകുത്തിന്ന് കൊടുത്തതാണ്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര പ്രകാശനമായിട്ട് തോന്നി. കാരണം ഒരാൾ 4 കാലേ നിന്നിട്ട് അതിൽ ചവിട്ടി ഒരു ബോട്ടിലേക്ക് ഒരു സ്ത്രീ കയറുന്നു എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അവിടെ എന്ത് വെള്ളം കാണും? ഒരാൾ മുട്ടുകുത്തിരുന്ന് കഴിഞ്ഞാൽ അതുപോലും കവർ ചെയ്യാൻ വെള്ളമില്ലെന്നുണ്ടെങ്കിൽ മുട്ടിന് താഴെ വെള്ളമുള്ളടത്ത് എന്തിനാണ് ഈ അഭ്യാസം കാണിക്കാൻ പോട്ട കാര്യം? അപ്പം അതെന്തോ പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ മനോരമയുടെ ഒക്കെ ഫ്രണ്ട് പേജ് വാർത്ത എനിക്കത് ഭയങ്കര പ്രഹസനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞു ഇന്നത്തെ സായി കൃഷ്ണയുടെയൊക്കെ അന്നത്തെ മറ്റൊരു വേർഷൻ അവരിതൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ ഇതിട്ടപ്പോൾ ആരോ ഒന്ന് എനിക്ക് കമന്റ് ഇട്ടു, നീയൊക്കെ കാശ് കൊണ്ട് കിടക്കുന്നതാണ്, മറ്റേതാണ് മറിച്ചതാണ്, നിനക്കൊക്കെ ബുദ്ധിമുട്ടിനെ കുറിച്ച് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ചിന്തിച്ചെന്ന്. ഞാൻ ഈ 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെ വയലിലാണ് താമസിച്ചത്. ഒരു വയലിൽ ഒരു ഓലപ്പര. എല്ലാ മഴ സമയത്തും അവിടെ വെള്ളം കയറും, എല്ലാ മഴക്കാലത്തും. അപ്പോൾ ഈ മഴയിൽ വെള്ളം കയറുമ്പം നമ്മളെ ഞങ്ങൾ പിള്ളേരാണല്ലോ, ഞങ്ങൾ അമ്മ എടുത്ത് ഞങ്ങളെ 2 പേരെ എടുത്തിട്ട് ഒരു മേശയുടെ മണ്ടയ്ക്ക് ഇരുത്തും. നമ്മളിങ്ങനെ മേശയുടെ മണ്ടയ്ക്ക് 2 കാലും കയറ്റി വെച്ച് ഒരു മണ്ണെണ്ണുളകിൻ്റെ വെട്ടത്തിൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പം വെള്ളം ഇങ്ങനെ ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് കാണാം. കാര്യം ഈ മേശയുടെ കാലാണ് ഞാൻ അളവ് പോലെയായിട്ട് വെച്ചേക്കുന്നത്. അമ്മ എവിടെയെങ്കിലും കസേരയിട്ടിരിക്കും, ഞങ്ങളിങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ മണ്ടയ്ക്ക് ഉറങ്ങാൻ ഉറക്കമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വെള്ളം കയറി ഒന്ന് ഏകദേശമൊക്കെ നമ്മുടെ മുട്ടിൻ്റെ അത്രയും വെള്ളം രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക്, കാരണം വയലും കൂടെ ആയതുകൊണ്ട് ഊറ്റുവെള്ളം പെട്ടെന്നായിരിക്കും കയറുന്നത്. മഴ നല്ല മഴയാകുന്നു മഴക്കാലത്ത്. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ദൂരെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വയൽ മൊത്തം ചിറ പോലാവും. നമ്മുടെ വീടിൻ്റെ ഒരു പകുതി ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ആ ഓലപ്പര വീടിങ്ങനെ നിൽക്കും. ഇവിടുന്ന് നമ്മൾ അഗതികളെ കണക്ക് ഉള്ള പാണ്ടക്കെട്ടുമൊക്കെ എടുത്തിട്ട് വല്ല ബന്ധുക്കളുടെ വീട്ടിൽ ചായപ്പിലോ മറ്റിടത്തോ അവിടെ പോയി കിടക്കും. അവന്മാരെ വായിരിക്കുന്ന മൊത്തം കേൾക്കണം. ഇതിനിടയ്ക്ക് ആകെയുള്ളതിൻ്റെ രണ്ട് പ്രശ്നം. ഒന്ന് ഞാൻ നഖം കടിക്കും, അത് ഇപ്പോഴും ഞാൻ ഭയങ്കര നഖം കടിയാണ്, അന്ന് ഞാൻ നഖം കടിക്കും. അപ്പോൾ നമ്മൾ ഇവരുടെ വീട്ടിലങ്ങനെ ക്രിക്കറ്റ് പണ്ടും ഭ്രാന്താണ്, ഇപ്പോഴും ഭ്രാന്താണ്. ക്രിക്കറ്റ് കളിയൊക്കെ കാണാൻ ചിലപ്പം ദൂരദർശനിലൊക്കെ കളി കിടക്കുമ്പോൾ കാണാൻ വേണ്ടി നമ്മൾ കയറുമ്പോൾ അവിടെ അങ്ങനെ ഒരു നഖം കൈ കടിച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് കിട്ടുന്ന അടിയും പിന്നെ അവിടെ നിന്നുള്ള ഇറക്കി വിടക്കവും, ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളിൽ നിന്ന് ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന് എൻ്റെ ഉള്ളിൽ സ്വാഭാവികമായി സൃഷ്ടിക്കപ്പെട്ടതാണ് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ആകണമെന്ന്. ഇപ്പം ഈ അശ്വന്തൊക്കെ എന്നെ ഇരുന്ന് പരിഹസിക്കുന്നില്ലേ? ഇതൊക്കെയാണോ പരിഹാസം? കഷ്ടം.
ഇത് കൊച്ചിലെ തൊട്ടേ അങ്ങനെ പിന്നെ 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 പല വാടക വീടുകളിൽ പല സ്ഥലങ്ങളിൽ ഇപ്പം ഞാൻ ഇടയ്ക്ക് എന്നെ കുറേ മാറി ട്രോൾ ചെയ്ത സാധനമായിരുന്നു. ഞാൻ ഹരിജൻ കോളനി, അത് ഞാൻ അങ്ങനെ പറഞ്ഞല്ല. ഇതുപോലെ എനിക്ക് ഞാൻ സംഘിയാണെന്നും മറ്റേ നമ്മൾ ഭയങ്കര ഈ അതാണ് പറഞ്ഞ ഈ സവർണവനാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ ദളിത് കോളനിയിലാണ് 3 വർഷം കിടന്ന് അവരുടെ ഒപ്പം അവരിലൊരാളായിട്ട് എന്നെ ഒരു മുത്തെന്നായിരുന്നു വിളിക്കുന്നത്. അവരുടെ കൂടെ അവരുടെ വീട്ടിൽ കിടന്ന് ഉണ്ടിറങ്ങി ജീവിച്ചവനാണ് ഞാൻ. എനിക്ക് എങ്ങനെ മതവും ജാതിയും വരും? എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ താമസിച്ച ഒരു ക്രിസ്ത്യൻ ഫാമിലി, അവരുടെ പള്ളിപ്പെരുന്നാളിന് ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് പോകുന്നു. തൊട്ടിപ്പുറത്ത് താമസിച്ച പരിധി കാക്ക എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്. പണ്ട് അച്ഛനൊക്കെ പാർട്ടി പ്രവർത്തന സമയത്ത് അവരുടെ തട്ടുമ്പുറത്താണ് കിടക്കുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ മകൻ സലീം, ഇവരെല്ലാവരും, അതായത് അപ്പുറം ഇപ്പുറമുള്ള 2 വീടുകളാണ് അവിടെ. അതുപോലെ എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കൊല്ലം ജില്ലയിലെ ഡെപ്യൂട്ടി കളക്ടർക്കായിട്ട് റിട്ടയർ ഒരു ഷാനവാസ് ഖാനുണ്ട്. അച്ഛൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. അവർ ഞങ്ങൾ, അതായത് ഒരു ഞങ്ങളൊരു മുസ്ലിം ഫാമിലിയാണ് അവിടെ. കാരണം നമ്മളവരുടെ എല്ലാ പെരുന്നാളിനുണ്ട്, എല്ലാ ആഘോഷങ്ങൾക്കും ഉണ്ട്, ഞങ്ങളുടെ എല്ലാ ഉത്സവങ്ങൾക്കും ഇവരുണ്ട്. ഇങ്ങനെയായിരുന്നു ഞാൻ വളർന്നു വന്നത്. അപ്പം നമ്മളിതൊന്നും ചിന്തിക്കുന്നത് നമുക്ക് സത്യം പറയാമല്ലോ, ഞാൻ നായരാണോ മാരാരാണോ ഏത് ജാതിയാണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഇതൊക്കെ എന്നെ അറിയിച്ചത് നാട്ടുകാരുടെ വർഗീയതകളാണ്. നമുക്കിതൊരു ചിന്തയില്ല. എൻ്റെ സുഹൃത്തുക്കൾ നമ്മൾ ആരടുത്തും മതവും ചോദിച്ചിട്ട് എനിക്ക് ഇപ്പോഴും എൻ്റെ അടുത്ത് ചോദിച്ചാൽ പലതും കൺഫ്യൂഷൻ ആയി. എൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ കൂട്ടുകാരൻ അവൻ ഏത് കാസ്റ്റാണെന്ന് ചോദിച്ചാൽ എനിക്കെങ്ങും അറിയത്തില്ല അവൻ ഏത് കാസ്റ്റാണെന്ന്. കാരണം എനിക്ക് പറയാൻ പറ്റും, അതൊന്നും അന്വേഷിക്കാൻ ഞാൻ പോയിട്ടില്ല. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ചില തെറ്റുകളൊക്കെ നമ്മൾ എതിർക്കും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം തെറ്റ് അത് ഏത് മതത്തിൽപ്പെട്ടവൻ ചെയ്താലും തെറ്റ് തന്നെയല്ലേ? അതിപ്പോൾ ഞാൻ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാൾ അതൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും അയാൾ നമ്മുടെ രാജ്യത്തിനെതിരെ പറഞ്ഞെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളെ പിടിച്ച് സംഖ്യയാക്കിയിട്ട് വല്ല കാര്യമുണ്ട്? എടാ, അത് എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അവൻ്റെ ചെബുക്കലിനെണ്ണം കൊടുക്കണമെന്നുള്ളതാണ് ഞാൻ. പിന്നെ അതൊക്കെ അതെന്താണ് പ്രശ്നം? നമ്മളെ പല ആൾക്കാർ, എനിക്ക് ഇപ്പോഴും തോന്നുന്നൊരു വിഷമമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളത് ഈശ്വര എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. ചേട്ടൻ അപ്പോൾ കറക്റ്റ് ചെയ്തിട്ടില്ല. അതായത് ഇവര് മറ്റേ സോഷ്യൽ മീഡിയയിൽ ഇലക്ഷനില്ല അന്നോ ഇത്ര ആരോപണങ്ങളൊക്കെ വരുമല്ലോ. ഐ മീൻ ചേട്ടൻ അവർ മറ്റേ ജാതി പേര് മേലേക്ക് ഇട്ടു, അല്ലെങ്കിൽ അതൊക്കെ ഇപ്പോഴേ ഈ സിനിമ വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഇതൊക്കെ. അതുപോലെ എൻ്റെ നാട്ടിൽ കുറെ ആളുകൾ ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. നമ്മളുടെ ബാല്യം ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ ഈ പറഞ്ഞ പോലെ ലക്ഷറി. ഞാൻ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ കൊട്ടിയത്തായിരുന്നു. അല്ല, എൻ്റെ 10ാം ക്ലാസ് വരെ ഞാൻ കൊട്ടിയം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചത്. കൊട്ടിയം CFHലാണ് പഠിച്ചത്. അതിനുശേഷം ആണ് ഞാൻ കൊട്ടാരക്കരയ്ക്ക് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് 10ാം ക്ലാസ് വരെ വീടും കൂടും ഒന്നും കൊടുക്കുകയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്നാൽ എനിക്ക് പറയുമ്പോൾ ശരിയല്ല. എൻ്റെ അമ്മയുടെ ആങ്ങള മാമൻ മരിച്ചുപോയി. അപ്പം മാമൻ്റെ ഓഹരി കൊട്ടാരക്കര കോട്ടാത്തരയിൽ കുറച്ച് കിടപ്പുണ്ട്. മാമൻ മരിച്ചു പോയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അമ്മയുടെ സഹോദരനായതുകൊണ്ടും ആ സഹോദരി നിലയ്ക്ക് അമ്മയ്ക്ക് അവകാശപ്പെട്ടതായതുകൊണ്ടും വാടക വീട്ടിൽ കിടക്കാനുള്ള ഗതി പോലും ഇല്ലാത്തൊരു സാഹചര്യം വരുന്നതുകൊണ്ടും അച്ഛൻ ഗൾഫിൽ എന്തുവാ ചെയ്യുന്നത് അച്ഛന് എന്നെ വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾക്ക് ഈ കിട്ടിയ ഓഹരിയിലേക്ക് ഞങ്ങൾ വന്ന് താമസിച്ചു തുടങ്ങുകയാണ് കൊട്ടാരക്കരയ്ക്ക്. അങ്ങനെയാണ് ഞങ്ങൾ കൊട്ടാരക്കരയ്ക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എങ്ങനെ ആയിരുന്നു കൊട്ടിയത്തെന്നും ഞാൻ എങ്ങനായിരുന്നു കൊട്ടിയത്തെന്നും എൻ്റെ നാട്ടുകാർക്ക് അറിയത്തില്ല. തുടക്കത്തിലൊക്കെ നമ്മൾ അവിടുന്ന് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ വെളിയിൽ നിന്ന് പെട്ടെന്ന് വന്ന് താമസിക്കുകയല്ലേ. ജനിച്ചതൊക്കെ കൊട്ടാരക്കരയാണ്. പക്ഷെ ഞാൻ ജനിച്ച് 5ാം ക്ലാസ് ആയപ്പോൾ ഞങ്ങൾ അങ്ങ് അപ്പുറത്ത് കൊട്ടിയത്ത് പോയി. പിന്നെ വളർന്നതൊക്കെ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ നാട്ടിൽ സുഹൃത്തുക്കളില്ല. ഞാൻ പറഞ്ഞ കോട്ടാത്തലയിൽ എന്ന് പറഞ്ഞ പ്രദേശത്ത് നമുക്കങ്ങനെ സുഹൃത്തുക്കളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു വരത്തനെ പോലെ ഫീൽ ചെയ്യാം. അപ്പം അങ്ങനെ, അതായത് ആ നാട്ടിലുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ. ഇപ്പം നമ്മൾ ആ ഒരു വലിയ കോട്ടത്തലക്കാരനാണ്. പക്ഷേ ഞാൻ പറഞ്ഞ തുടക്ക സമയം. പിന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഒരു പ്രശ്നക്കാരനായി മാറി. കാരണം ഞാൻ ബേസിക്കലി CPM-ആയിട്ട് ബന്ധപ്പെട്ട് CPM-നെതിരെ ഉള്ളിലൊരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്. പ്രകൃതിക്ക് വേണ്ടി സംസാരിക്കുന്ന, തെറ്റുകൾക്ക് വേണ്ടി, അഴിമതിക്കെതിരെ, ഉദ്യോഗസ്ഥന്മാർക്കെതിരെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ മണ്ണെടുപ്പ് മാഫിയകൾക്കെതിരെ സംസാരിക്കുന്ന, കൃഷി നിലങ്ങളുടെ നിലത്തിനെതിരെ സംസാരിക്കുന്ന ഒരു ആ ലെവലിൽ ചിന്തിച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ. പക്ഷേ എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രവൃത്തിയും എൻ്റെ ഈ ചിന്തകളുമായിട്ട് ഒരു രീതിയിലും എനിക്ക് ശരിയെന്ന് തോന്നുന്നില്ല. ഇവരെല്ലാം ഇതിന് ഓപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പോയി എതിർക്കുന്നത്, ഇപ്പം ഒരു മണ്ണുകാരനെ ഞാൻ എതിർത്തെന്ന് വെച്ചോ, അല്ലെങ്കിൽ നിലം നേർത്ത് നിർത്തനെ എതിർത്തെന്ന് വെച്ചോ, അവരെ സഹായിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതായത് ഞാനെന്ന് പറയുന്ന ഉള്ളിൽ കിടക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോയിട്ട് കമ്മ്യൂണിസം കാണിക്കുമ്പോൾ ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നതൊക്കെ പാർട്ടിയിലെ പലരുമാണ്. അതായത് ആ പഴയ കമ്മ്യൂണിസം, നമ്മൾ സ്നേഹിച്ചു വന്ന കമ്മ്യൂണിസം എന്നാൽ സ്ഥിതി സമത്വവാദം എന്നാണ്. സമൂഹത്തിലെ ഉൽപ്പന്നങ്ങളും മനുഷ്യനുമൊക്കെ തുല്യരായി ഇരിക്കണമെന്നുള്ളതിൻ്റെ അർത്ഥം. ആരെങ്കിലും തുല്യരാണോ? ഒരു ലോക്കൽ സെക്രട്ടറിയും താഴെ തട്ടിലിരിക്കുന്ന അവർ പോലും തുല്യരല്ല. അപ്പോൾ ഇതെല്ലാം പോയി. ഇപ്പം അതായത് ആശയത്തോട് ഒരു രീതിയിലും നീതി പുലർത്താത്ത രീതിയിലുള്ള പാർട്ടിയുടെ പக்கம். ഇല്ലെങ്കിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാൻ കേരളത്തിലൊരു പക്ഷേ ആദ്യം വല്ല RS-കാരൻ വെട്ടുകൊണ്ട് മരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായി മാറേണ്ട ഒരാളായിരുന്നു ഞാൻ. കാരണം എൻ്റെ കയ്യിൽ വെച്ചിട്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കത് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഒരു സ്വാതന്ത്ര്യമില്ല. അപ്പം ഞാൻ കോൺഗ്രസ് തിരഞ്ഞെടുത്തു. അപ്പോൾ എനിക്കെല്ലാ സ്പേസും അവിടെ കിട്ടും. ഇൻഡിവിജ്വൽ പ്രവർത്തിക്കാം. എനിക്ക് ഇടയ്ക്ക് KPC പ്രസിഡന്റ് 4 തെറി വിളിക്കാം. അവിടെ ഒരു വിഷയം അവർക്ക് ജില്ലാ പ്രസിഡന്റിനെ വിളിക്കാം. നമ്മളെ സംരക്ഷിക്കുന്ന കൊടിക്കും സുരേഷിനോടും പറയാം, MP കൊടിക്കും സുരേഷാണെന്ന് എനിക്ക് വേണ്ട സപ്പോർട്ടൊക്കെ അന്ന് ചെയ്തത്. MP എന്നല്ല 4 വിമർശനം ഉന്നയിക്കാം. അവിടെ ഒരു കുഴപ്പമില്ല. മറ്റേ ചെയ്ത് പറ്റൂ.
അത് പറ്റത്തില്ല. അപ്പം എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ജനാധിപത്യ ബോധം ഉണ്ടായിരുന്നു കോൺഗ്രസിന്. അപ്പം കോൺഗ്രസ് പ്രവർത്തിച്ചു. പക്ഷേ അവർ ഈ പറഞ്ഞ കണക്ക് സാമുദായിക സംഘടനകളുടെ പിന്നാലെ നിന്നുകൊണ്ടാണ് അവരുടെ പല തീരുമാനങ്ങളും. അപ്പം അവരെ എതിർത്തു, അങ്ങനെ പുറത്തു പോകേണ്ടി വന്നു. വാശിയായപ്പോൾ മത്സരിക്കേണ്ടി വന്നു. മത്സരിച്ചപ്പം പാർട്ടിക്ക് പുറത്തു പോയി. 6 പ്രാവശ്യം കോൺഗ്രസിൽ കയറാൻ അപേക്ഷ കൊടുത്തു. എന്നെ തിരിച്ചെടുക്കാൻ 1676 വോട്ട് എനിക്കുണ്ട് സ്വതന്ത്രമായിട്ട് മത്സരിച്ചിട്ട് ബ്ലോക്കിൽ. അത്രയും പേരുടെ സപ്പോർട്ട് കിട്ടിയ കോൺഗ്രസ് ചരിത്രത്തിൽ ഒരിക്കൽ പോലും ജയിച്ചിട്ടില്ലാത്തൊരു പ്രദേശത്ത് നിന്ന് ഒരു ചെറുപ്പം പയ്യനത് വരുമ്പോൾ കോൺഗ്രസ് തിരിച്ചെടുക്കുക വേണ്ടത്. പക്ഷേ എന്നെ അവരെടുക്കത്തില്ലെന്ന് തീരുമാനിച്ചു. കാരണം ഞാൻ വന്നാൽ രക്ഷപ്പെട്ട് പോയാലോ എന്ന് വിചാരിച്ചു. അപ്പം പിന്നെ നിൽക്കണ്ട. എൻ്റെ കൂടെ കുറേ ആൾക്കാർ പാർട്ടി മാറിയിട്ട് വന്ന് നിൽക്കുക. കോൺഗ്രസിൽ നിന്ന് മാറിയും CPM ആയിട്ടൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. എൻ്റെ പ്രദേശം എന്ന് പറഞ്ഞാൽ ഭയങ്കര കമ്മ്യൂണിസ്റ്റ് കോട്ടയായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമമൊക്കെ ആയിട്ടുള്ള പ്രദേശമാണിത്. ഇവിടെ ഒറ്റയ്ക്ക് ഒരു പരിധിക്കപ്പുറം എനിക്ക് നിൽക്കാൻ പറ്റും. എനിക്ക് ഇപ്പോൾ ആരെങ്കിലും എന്നെ വെട്ടിക്കൊന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നിന്നവരാണ് ഞാൻ. കൊന്നോ ഒരു കുഴപ്പം, നോ പ്രോബ്ലം. വെട്ടിക്കോ ഒരു കുഴപ്പമില്ല, വെട്ട്, ഞാൻ ഓടത്തില്ല. നിങ്ങൾ എന്നെ എന്നെ വെട്ടാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഓടിയിട്ട് ചെയ്യില്ല, ഞാൻ ഓടത്തതുമില്ല. കാരണം ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ ബൈക്ക് നിന്നെങ്ങാനും മറിഞ്ഞു വീണ് ആക്സിഡൻറ്റും പറ്റി തലയും പൊട്ടി കിടന്നാൽ ഞാൻ വേദന തിന്നണ്ടേ? വെട്ടുന്നോ വെട്ടിക്കോട്ടെ. പക്ഷെ അതിൽ ഓടത്തില്ല. എന്ത് പ്രശ്നം വന്നോട്ടെ, ഒരു കാരണവശാലും മുന്നോട്ട് വെച്ചപ്പോൾ ഞാൻ പുറകോട്ട് പോകത്തില്ല. ആരിനി എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും ഓട്ടിട്ട് കൊല്ലുന്നേക്ക് തോന്നണം. അത് ധൈര്യമല്ല, ആരെയും അടിക്കാനുള്ള കോൺഫിഡൻസും അല്ല. എൻ്റെ തീരുമാനമാണ്. അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അതിനകത്ത് ഇനി എന്ത് നഷ്ടം വന്നെന്ന് പറഞ്ഞാലും, എൻ്റെ ജീവിതം ഇവിടെ തീർന്നെന്ന് പറഞ്ഞാലും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് അങ്ങനെ ഞാൻ പോയിട്ടുള്ളൂ. അങ്ങനെ പോയിട്ടുള്ളൂ. എനിക്ക് നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, എനിക്ക് ഒരു ലാഭം ഉണ്ടായിട്ടില്ലെന്നേ. എനിക്ക് എൻ്റെ അമ്മോ, ഞാൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ, ഒരു സെൻറ്റ് ഭൂമിയില്ലാതെ എന്തൊക്കെയോ ഷോ കാണിച്ച് എങ്ങനെയൊക്കെയോ അങ്ങ് സഞ്ചരിച്ചൊരു 2020 വരെ എത്തിയ പാടെനിക്കറിയാം. എൻ്റെ പേരിൽ ഞാൻ മരിച്ചാൽ എവിടെ കൊണ്ട് ഇടുമെന്ന് പറയാൻ എനിക്കൊരു സ്ഥലമില്ലെന്നേ. എൻ്റെ അച്ഛൻ്റെ അടുത്ത് പ്രശ്നങ്ങളുണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി, എനിക്കൊന്നും വേണ്ട, എനിക്ക് നിങ്ങളുടെ ഒരു പിടി മണ്ണ് പോലും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. വൈഫിൻ്റെ വീട്ടുകാർക്കുള്ളതൊക്കെ അവർക്കുണ്ട്. അതിനപ്പുറം എൻ്റേതെന്ന രീതിയിൽ എൻ്റെ കയ്യിൽ ഒരു കുന്തവുമില്ല. ഞാൻ ആദ്യം ഒരു സിനിമ ചെയ്തു, 5 പൈസ എനിക്ക് ആ സിനിമയിൽ നിന്ന് ആരും തന്നിട്ടുമില്ല, ഞാനോട് ചോദിച്ചിട്ടുമില്ല. ഞാനൊരു സിനിമ എടുത്ത് എനിക്ക് 5 പൈസ അവർ തന്നിട്ടുമില്ല. തന്നിട്ടില്ലെന്ന് പറയുന്നത് ശരിയല്ല. എൻ്റെ ആദ്യ സിനിമ ആയതുകൊണ്ടും ഞങ്ങൾ തമ്മിലുള്ള ധാരണ അങ്ങനെ ആയിരുന്നതുകൊണ്ടും എനിക്ക്. പക്ഷേ 2.5 വർഷം ഞാൻ ആ സിനിമയുടെ കൂടെ നിന്നെങ്കിൽ പോലും എനിക്ക് ഒരു പൈസ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടായിരുന്നില്ല. ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നഷ്ടമുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പൈസ, ഞാൻ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് ഒരു റൂം പോലും ആരും എടുത്ത് തന്നിട്ടില്ല. ഞാൻ എൻ്റെ കാശിൽ ഈ ഫ്ലാറ്റിലാണ് നിന്നത് ഞാൻ. അതൊക്കെ അതിൻ്റെ കഥയൊക്കെ പറഞ്ഞ് ഒരുപാട് പറയണ്ട, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പോട്ടെ. അപ്പം പക്ഷേ ഞാൻ ഒരിക്കലും ഞാൻ ഇത് ആവർത്തിച്ച് ഞാൻ പറയുന്നു, എൻ്റെ ആദ്യ സിനിമ എനിക്ക് വേണ്ടി ചെയ്ത എൻ്റെ നിർമ്മാതാവ് എനിക്ക് ഈശ്വര തുല്യം തന്നെയാണ്. ഉറപ്പായിട്ട് ഈശ്വര തുല്യം തന്നെയാണ്, അതിനകത്ത് ഒരു മാറ്റമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും ഇന്നത്തെ കാലഘട്ടത്തിലുള്ള സിനിമയെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയും ഒരുപാട് ദോഷകരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. സിനിമ നന്നാക്കാൻ ഞാൻ എടുത്ത എല്ലാ തീരുമാനങ്ങളും അദ്ദേഹത്തിന് മനസ്സിലാവാതെ പോയതുകൊണ്ട്, ഒന്നും അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടും സംസാരിക്കാൻ അടിപൊളിയായതുകൊണ്ട് കൺവിൻസ് ചെയ്തില്ലേ പ്രൊഡ്യൂസറെ? അപ്പോൾ ഞാൻ കൺവിൻസ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ നടന്നത്. പക്ഷേ പ്രശ്നം പക്ഷേ പിന്നീട് സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും, ഞാൻ പറയാതെ നീ തുടക്കത്തിൽ പറഞ്ഞ, നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പം നീ പറഞ്ഞ ആൾക്കാർ ഉൾപ്പെടെ പിന്നീട് പലരും സിനിമ ഷൂട്ടിങ് കഴിയുന്നത് വരെ, കാര്യം അവസാന ദിവസം ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. കാരണം ഇന്നത് ഇവിടെ ഷൂട്ട് ചെയ്യരുത് എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് സമ്മതിക്കാതെ ഷൂട്ടിങ് അവിടെ നിന്ന് എനിക്ക് മുടക്കേണ്ട സാഹചര്യം വന്നു. അപ്പം ഞാൻ അഹങ്കാരിയായി. കാരണം ഇവിടെ മലയാള സിനിമയിലൊക്കെ 5 ദിവസവും 10 ദിവസവും ഷൂട്ട് ചെയ്തിട്ട് ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് റീഷൂട്ട് ചെയ്യുന്നവരാണ് നമ്മളിന്ന് കാണുന്ന ബെസ്റ്റ് പല ഡയറക്ടേഴ്സും. അപ്പോഴാണ് ഞാൻ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പം അവിടെ തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രശ്നം നടക്കുകയും അതിനെ തുടർന്നുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൽ ഞാൻ അവിടെ ഷൂട്ട്